Good morning, ma'am. Prayer. Okay, morning. Prayer ആരാണ് ആരാന്ന് പഠിക്കും കേട്ടോ. Good morning, ma'am. Angela. Good morning. കേൾക്കുന്നുണ്ടോ മാം? കേൾക്കാം. Light a candle for peace, light a candle for love, light a candle that shines all the way around the world. Light a candle for me, light a candle for you, that our wish for world peace will one day come true. Sing peace around the world, sing peace around the world, sing peace around the world, sing peace around the world. Thank you, ma'am. Okay. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരെയും കുറെ നാളുകളായി കണ്ടിട്ട്. സുഖമാണോ എല്ലാവർക്കും? സുഖാണ് മാം. സുഖമായിരുന്നു അല്ലെ? കുറച്ച് ദിവസങ്ങളോട് കഴിഞ്ഞ നമ്മുടെ ക്ലാസ്സുകൾ അവസാനിക്കണം അല്ലെ? അറിഞ്ഞിരുന്നോ അത്? അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു? എന്താ ഓണമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഓണം ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ഓണം? ഓണൊക്കെ ഉഷാറായിരുന്നു മാം. ബേസിക്കലി ഒരു കാര്യം പറയട്ടെ നിങ്ങളോട്. നിങ്ങളെ ഫസ്റ്റ് ക്ലാസ്സുകൾ കുറെ മാസങ്ങളുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത ഒരു എക്സ്പീരിയൻസ് ഉണ്ടോ ഞാൻ പറഞ്ഞതാണ്. നിങ്ങൾ വളരെ റെസ്പോണ്ടീവ് ആയിട്ടുള്ള കുട്ടികളായിരുന്നു. വളരെ റെസ്പോണ്ട്, എന്ത് ചോദിച്ചാലും പെട്ടെന്ന് ആൻസർ ചെയ്യുമായിരുന്നു. ഭയങ്കര ഒരു കോപ്പറേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ചില സമയത്ത് ക്ലാസ്സിൽ കയറുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്, എന്തൊക്കെയോ ഒരു സംസാരിക്കുന്നില്ല, റെസ്പോണ്ട് ചെയ്യുന്നില്ല. എത്രയോ ചോദിച്ചിട്ടാണ് ഒന്ന് റെസ്പോൺസ് ഇങ്ങോട്ട് കിട്ടുന്നതെന്ന് അറിയാം. അപ്പൊ എനിക്ക് പല പ്രാവശ്യം പല ക്ലാസ്സിൽ അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് മാത്രമേ അത് പറയുള്ളൂ നേരിട്ട്. വേറെ ഒന്നുമല്ല, ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു MT8 എന്ന് പറയുന്നത്. വളരെ നല്ല സ്റ്റുഡൻസ് എല്ലാവരും, ഒരാളെ മാറ്റി നിർത്തുന്നില്ല, എല്ലാവരും ഒരേപോലെ കപ്പാസിറ്റി നല്ല സ്കില്ലുള്ള എല്ലാ കുട്ടികളും, എല്ലാ മോണ്ടിസോറി ടീച്ചേഴ്സും. പക്ഷെ ഇടയ്ക്ക് വെച്ച് നിങ്ങൾ വളരെ റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഒരു കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് പല പ്രാവശ്യമായി ഞാൻ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നത്, മിണ്ടുന്നില്ല. ഒരേ പറയാനില്ലെങ്കിൽ ഉണ്ടാതിരിക്കുന്ന എന്താണെന്ന് ചോദിക്കുമ്പോൾ മാത്രം എന്തെങ്കിലും മിണ്ടുന്നത്. അങ്ങനെ ആയിരുന്നില്ല നിങ്ങൾ. ആ നേച്ചറേ മാറിപ്പോയിട്ടുണ്ട്. നമുക്ക് പഠിപ്പിക്കുന്നവർക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. എല്ലാവരും ഉൾപ്പെടുത്തുന്നില്ല, പക്ഷെ എല്ലാവരും അങ്ങനെ എന്തൊക്കെയോ ഒരു ഫീലിംഗ് തോന്നുന്നുണ്ട്. കാര്യമായിട്ട് പറയാം കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു ഇത് ഉണ്ടാവരുത്. ഞാൻ തുടക്കം മുതലേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലേ, നമ്മൾ ഓരോ സൈക്കോളജി ക്ലാസ്സസ് ഒക്കെ കഴിയുമ്പോഴും പറഞ്ഞിട്ടുണ്ട്, എന്താണ്, ആരും ആരുടെ മേലൊന്നുമല്ല, എല്ലാവരും ഒരേ കപ്പാസിറ്റിയും ഒരേ ടാലന്റ് ഉള്ളവരൊക്കെ തന്നെയാണ്. ആരെയും വേർതിരിച്ചൊന്നും ആരും കാണുന്നില്ല. പക്ഷെ ഇവിടെ എന്തൊക്കെയോ ഒരു ഡിസ്പാരിറ്റീസ് ഉണ്ടെന്ന് നമുക്ക് തോന്നി തുടങ്ങി. അതായത് നിങ്ങള് കുറച്ചുപേരും മിണ്ടും, കുറച്ചുപേരും മിണ്ടുന്നില്ല, അങ്ങനെയൊക്കെ ഉള്ള രീതിയിലൊരു ക്ലാസ് ആണെന്ന് തോന്നി തുടങ്ങി. അപ്പൊ അത് ശരി പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ പാടില്ല കേട്ടോ. അങ്ങനെ എന്തൊക്കെയുള്ള പോലെ ഫീൽ, എനിക്ക് തോന്നലാണോ എന്ന് എനിക്കറിയില്ല. നിങ്ങളുടെ ഇടയ്ക്ക് വെച്ചൊന്നും മിണ്ടാത്ത പോലെയൊക്കെയാണ്. എനിക്ക് ഭയങ്കര ഓപ്പൺ ആയിട്ടുള്ള കുട്ടികളായിരുന്നു. അത്ര ഇഷ്ടമുള്ള ഒരു ക്ലാസ് ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു എനിക്ക് തോന്നലാണോ എന്ന് എനിക്കറിയില്ല. ഈ തോന്നലാണെങ്കിൽ അത് വിട്ടേക്കും നിങ്ങള്. പക്ഷെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ഇനി പാടില്ല. എന്തായാലും ഇനി കുറച്ച് ദിവസം കൂടി നമ്മൾ എല്ലാവരും കഴിപ്പിച്ചോളൂ. കുറച്ച് ദിവസം, വളരെ കുറച്ച് ദിവസങ്ങളുള്ളൂ. അത് കഴിഞ്ഞ് ക്ലാസ് അങ്ങ് തീരാണ്. പിന്നെ ഇതെല്ലാം വരുന്ന ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. അപ്പൊ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങൾ എന്റെ ഭാഗത്തു നിന്ന് മറ്റേതെങ്കിലും ടീച്ചേഴ്സിന്റെ ഏതെങ്കിലും ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് ഓപ്പൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. പക്ഷെ നമ്മുടെ ഞാൻ എപ്പോഴും വീണ്ടും പറയണം, തോന്നലായിട്ടാണെങ്കിൽ ഓക്കെ, അത് ഞാൻ വിട്ടിരിക്കുന്നു. പക്ഷെ ഇനി ക്ലാസ്സിൽ കയറി ഞാൻ ശ്രദ്ധിക്കും, മിക്കാരും ശ്രദ്ധിക്കും നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടാവില്ലേ എന്നുള്ളത്. അതായത് നിങ്ങൾ ശരിക്കും മാറുന്നത് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. കാരണം അത്രയും നല്ല കുട്ടികളായിരുന്നു. അത്രയും നല്ല കുട്ടികൾ എന്ന് വെച്ചാൽ ആയിരുന്നു എന്നല്ല, ആണ് വളരെ റെസ്പോണ്ടീവ് ആയിട്ട് എന്ത് ചോദിച്ചാലും വളരെ. ഇപ്പൊ നമ്മുടെ ആരൊക്കെയാണ്, തന്നിയൊക്കെ ആണെങ്കിൽ ഓരോരുത്തരുടെ പേര് ഞാൻ പറയുന്നില്ല, പേര് പറഞ്ഞെന്നുള്ളത് ശരിയാവില്ല ഓരോരുത്തരും. അപ്പൊ എല്ലാവരും വളരെ രസകരമായിട്ട് സംസാരിക്കുന്നവരായിരുന്നു. പക്ഷെ ഇപ്പൊ ആരും മിണ്ടുന്നില്ല.
അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നത്. തോന്നലാണോ എന്ന് എനിക്കറിയില്ല, വീണ്ടും വീണ്ടും പറയാണ്, തോന്നലാണോ എന്ന് അറിയില്ല. തോന്നിയപ്പോൾ ഞാനത് പറയാതിരിക്കുന്നത് ശരിയല്ല എനിക്ക് തോന്നി. ആരാണെങ്കിലും നമ്മുടെ MT8 എല്ലാ കുട്ടികളും ഒരേപോലെയാണ്, ഒരാളും വ്യത്യസ്തരല്ല. ഞങ്ങൾക്ക് മുമ്പിൽ ആരും വ്യത്യസ്തരല്ല അല്ലെ, എല്ലാവരും ഒരേപോലെയാണ്. നിങ്ങൾക്ക് മുമ്പിലും ആരും അങ്ങനെ ഒരു ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇവിടെ പല പ്രശ്നങ്ങൾ വേറൊരു ക്ലാസ്സിൽ ഇതേപോലെ പ്രശ്നം ഉണ്ടായി. കുട്ടികൾ ഇതേപോലെ ഇടയ്ക്ക് വെച്ച് മിണ്ടാതായി തുടങ്ങി, കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ സത്യമായിരുന്നു, കാര്യം ഉണ്ടായിരുന്നു. ആ കുട്ടികളോട് എന്തോ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ക്ലാസ്സിൽ ഒരു പ്രശ്നം വരരുത്. അതിനാണ് നമ്മൾ ഈ സൈക്കോളജിയും അല്ലാത്ത സബ്ജക്റ്റുകളൊക്കെ പഠിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് ഏറ്റവും മോശമാണ്. അങ്ങനെ വരരുത് കേട്ടോ. പറഞ്ഞതിലെന്തെങ്കിലും കുഴപ്പമുണ്ടോ നിങ്ങൾക്ക്? വളരെ കുറവാണ് മാം, അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. 80% 70% ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. മാം എന്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ. ഇപ്പൊ എല്ലാരും ബിസിയാണ്, കാരണം ഇന്റേൺഷിപ്പും കാരണങ്ങളുമായിട്ട് ബിസി ആയതുകൊണ്ടാണ് എല്ലാരും ഇങ്ങനെ തോന്നുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഞാൻ വിചാരിച്ചു, അനുശ്രീ അങ്ങനെ വിചാരിച്ചു. പക്ഷെ ഇന്റേൺഷിപ്പ് ഒക്കെ തുടങ്ങുന്നതിന് മുൻപേ നോട്ട് ചെയ്ത കാര്യമാണ് ഞാനത്. ഇപ്പോഴല്ല, നമ്മൾ എത്രയോ നാള് മുമ്പ് നോട്ട് ചെയ്ത കാര്യമാണ്. അങ്ങനെ ക്ലാസ് റൂമിൽ ഒരിക്കലും വരരുത്. കാരണം നമ്മളൊന്ന് ആലോചിക്കും, നിങ്ങളെല്ലാവരും 30+ ആണ്. മിക്കവരും 30+ ആണ് എല്ലാവരും അല്ലെ, ആണെന്നാണ് എന്റെ വിശ്വാസം. ഇപ്പോഴും താഴെയുള്ള ആരെങ്കിലും ഉണ്ടോ? 25 താഴെയുള്ള ആരും ഉണ്ടാവിരിക്കില്ല മിക്കവരും. 25 വയസ്സിൽ താഴെയുള്ള ആരെങ്കിലും ഉണ്ടോ നമ്മുടെ സ്റ്റുഡൻസ്? 25 വയസ്സിൽ താഴെയുള്ളവർ ആരെങ്കിലും ഉണ്ടോ? എനിക്ക് 25 വയസ്സുണ്ട്. അനുശ്രീനെ നമ്മൾ കൂട്ടുന്നില്ല. എങ്കിലും 30 വയസ്സിന് മേലുള്ളതായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുന്നത് അല്ലെ. അപ്പോ നമുക്ക് ഒരു ഇതുണ്ട്, നമ്മൾ എങ്ങനെയായിരിക്കണം ഒരു ക്ലാസ് റൂമില് അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർക്കിടയില് എങ്ങനെയാന്നുള്ളതൊക്കെ ആദ്യമേ പറഞ്ഞു വന്നിട്ടുണ്ട്. ആദ്യമേ ഒരു ക്ലാസ്സിൽ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവരുത്. നിങ്ങൾ എപ്പോഴും ഇതേപോലെ എനർജറ്റിക്, നിങ്ങളുടെ ക്ലാസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും ഒരു ഇൻട്രസ്റ്റ് ആണ് ക്ലാസ്സിൽ കയറാൻ തന്നെ. പക്ഷെ ഇടയ്ക്ക് വെച്ച് നിങ്ങൾ എന്തോ ഒരു ഡിസ്പാരിറ്റീസ് ഉണ്ടെന്ന് നമുക്ക് ഫീൽ ചെയ്ത് തുടങ്ങി. അതുകൊണ്ടാണ് ടീച്ചർ ഇങ്ങനെ പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണെങ്കിലും ഇനി ഇത്രയും വിചാരിച്ചാൽ മതി. ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. കുറച്ച് ദിവസങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്താണെങ്കിലും റെസ്പോണ്ടീവ് ആയിട്ടിരിക്കണം, അറ്റൻറ്റീവ് ആയിട്ടിരിക്കണം, മാക്സിമം ക്ലാസ്സിൽ കയറാൻ നോക്കണം കേട്ടോ. ഇനി ഒരു സമയം ഇല്ലേന്ന് ഒരിക്കലും. ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പൊ അതില് ഏറ്റവും കൂടുതൽ സന്തോഷകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. ഓക്കെ, ഇത് കഴിഞ്ഞ് നമ്മൾ ആരും കാണുന്നില്ല, എല്ലാവരും ഓർമ്മകളായി മാറുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ അനുശ്രീനെ ഞാൻ പറഞ്ഞില്ല. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞതാണ്. എന്റെ അഭിപ്രായം പറഞ്ഞതാണ്. ഞാൻ പൊതുവെ പറഞ്ഞതാന്ന് എനിക്ക് മനസ്സിലായി. ആരെയും പറഞ്ഞില്ല. കാരണം അനുശ്രീക്ക് അറിയാലോ നമ്മുടെ ക്ലാസ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു അല്ലെ, തുടക്കം മുതലേ. അപ്പോ അതിൽ എന്തെങ്കിലും വ്യതിയാനങ്ങൾ വരുമ്പോ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് എന്നതിൽ നമുക്കത് മനസ്സിലാവും. അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. യെസ്, നമുക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലാനിങ്ങിനെ ബാക്കി എടുത്തിട്ടില്ലല്ലോ. എടുത്തിട്ടില്ല. ഓക്കെ, ഇപ്പൊ തന്നെ ഉദാഹരണം കണ്ടോ? ഇപ്പൊ തന്നെ ചോദിച്ചിട്ട് ഞാനുണ്ട് മാം, ഞാൻ പറയാം എന്താണെന്ന്. മാം ഞാനില്ല, ഒരു മാസമായി ക്ലാസ് കയറിയിട്ട്, അതുകൊണ്ട് എവിടെ എത്തിയെന്ന് അറിയില്ല. ഓക്കെ, എനിക്കറിയാം ഓപ്പണിംഗ് ഫീസ് ഒടുങ്ങി എടുക്കേണ്ടത്. ഞാൻ പറഞ്ഞത് ഇത്രയും പറഞ്ഞിട്ടും അനുശ്രീക്ക് മാത്രമേ അതിൽ റെസ്പോണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. എത്ര സ്റ്റുഡൻസ് ഉണ്ട് നമ്മുടെ ക്ലാസ്സില്? 30+ സ്റ്റുഡൻസ് കൂടുതലുണ്ട്. ബാക്കിയുള്ള നിങ്ങൾ സ്മാർട്ട് സ്ട്രീം ഞാനാണ്. ഇത്രയും സ്റ്റുഡൻസിന് റെസ്പോണ്ട് ചെയ്യാൻ പറ്റിയില്ല അല്ലെ? എന്തുകൊണ്ട് പറ്റിയില്ല? അങ്ങനെ ആയിരുന്നില്ല. നിങ്ങൾ എന്തെങ്കിലും കാര്യം കിട്ടി അപ്പം നിങ്ങൾ റെസ്പോണ്ട് ചെയ്യും, അതിന് കൃത്യമായിട്ട് മറുപടി പറയും, അല്ലെങ്കിൽ അത് വളരെ തമാശപൂർവ്വമൊക്കെ അവതരിപ്പിച്ചിട്ടായിരിക്കും ക്ലാസ്സിൽ സംസാരിക്കുന്നത്. അപ്പൊ അതില്ല, അത് നമുക്ക് മനസ്സിലായി കേട്ടോ. ഞാൻ മോന്റെ കല്യാണത്തിന് പോയിട്ട് ഇവിടെ എന്നാ നടന്നേന്നൊന്നും അറിഞ്ഞില്ല മാം, അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. ഇവിടെ ഒന്നും നടന്നിട്ടില്ല ജോലി, ഇവിടെ ഒന്നും നടന്നതായിട്ട് പറഞ്ഞില്ല. ക്ലാസ്സിൽ എന്താ നടന്നതെന്ന് അറിയുന്നില്ല, എന്താ പഠിപ്പിച്ചതെന്ന് അറിയുന്നില്ല, എവിടെ വരെ എടുത്തു എന്ന് അറിയുന്നില്ല. റെക്കോർഡ് അസൈൻ ഞാൻ പറഞ്ഞത് വേറൊന്നുമല്ല. നമ്മുടെ ക്ലാസ് അറിയാലോ, നമ്മുടെ ക്ലാസ് വളരെ നല്ല ക്ലാസ് ആയിരുന്നു. പക്ഷെ ഇടയ്ക്ക് വെച്ച് ഒരു എന്തൊക്കെയോ ഉള്ള പോലെ നമുക്ക് ഫീൽ ചെയ്ത് തുടങ്ങി. എക്സാം ടെൻഷൻ ആണെന്നൊന്നും ആരും പറയണ്ട, എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടുകളുണ്ട് ക്ലാസ്സിലെ. ടെൻഷനായി മാം,
ഒരു ദിവസം ക്ലിയർ ചെയ്യില്ലെങ്കിൽ ടെൻഷൻ അല്ലേ, മൊത്തത്തിൽ ടെൻഷൻ. അതാ ഞാൻ പറഞ്ഞ എല്ലാം അറിഞ്ഞു വരുന്നതല്ലേ ഉള്ളൂ. ക്ലാസ് അസൈൻമെന്റ് പിന്നെ എല്ലാം പെൻഡിങ്ങിലാ. അതെല്ലാം ഇനി കറക്റ്റ് ആക്കിയൊക്കെ വരണ്ടേ. എല്ലാം ഇനി ഓരോന്ന് മോക്ക് ടെസ്റ്റ് എല്ലാം പെൻഡിങ്ങിൽ കിടക്കുവാ ഇപ്പൊ. അതുകൊണ്ട് എനിക്ക് ടെൻഷനൊന്നും ഇല്ല മാം. ഞാൻ ഇവിടെ കസ്റ്റമർ ഉള്ളത് കൊണ്ട് എനിക്ക് മ്യൂട്ട് ഓൺ ആക്കാൻ പറ്റില്ല, അൺമ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ഒരേ ബഹളമായിരിക്കും. അതുകൊണ്ട് ഞാൻ മിണ്ടാതെ സൈലന്റ് ആയിരിക്കും. അത്രേ. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് നോക്കാം. ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലാനിങ്ങിൽ നമ്മള് ഫിനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ദി സ്കൂൾ ഹെഡ് വരെ എടുത്തിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. നെക്സ്റ്റ് തുടങ്ങുന്നത് ഓപ്പണിംഗ് ഫീസ് ആണ്. ചാപ്റ്റർ നോക്കൂ, യൂണിറ്റ് 3 ആണ് കേട്ടോ. യൂണിറ്റ് 3 ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലാനിങ്ങിന്റെ ഭാഗമാണ് എടുക്കുന്നത്. അത് നമ്മൾ ഓരോ ഫീസസ് ആണ് നോക്കുന്നത്. ഫീസസ്, ഓപ്പണിംഗ് ഫീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പെഷ്യൽ ഫീസ്, library fees, admission fees, books and notebook fees and other fees which are collected in the starting of the educational year will be constituted. അല്ലെ, ഓപ്പണിംഗ് ഫീസ് എന്ന് പറയുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ ഓപ്പൺ ടൈമിൽ അഡ്മിഷൻ ടൈമിൽ എടുക്കുന്ന ഫീസസുകളാണ് അല്ലെ. ഏതൊക്കെയാണ് സ്പെഷ്യൽ ഫീസസ് ആണ് അതെല്ലാം അല്ലെ. ഏതൊക്കെയാണ്? ലൈബ്രറി ഫീസസ്, അഡ്മിഷൻ ഫീസ്, ബുക്സ്, നോട്ട്ബുക്സ് ആൻഡ് അതർ ഫീസസ് ഒക്കെയാണ് എന്തായിട്ട് വരുന്നത്? ഓപ്പണിംഗ് ഫീസസിലായിട്ട് നമ്മൾ കളക്ട് ചെയ്യുന്നത്. അടുത്ത ട്യൂഷൻ ഫീസ് എന്താണ്? ട്യൂഷൻ ഫീസ് അല്ലെങ്കിൽ മന്ത്ലി ഫീസ്. നിങ്ങൾക്ക് കുട്ടികളുള്ളത് കൊണ്ട് നമുക്ക് അറിയാൻ പറ്റും അല്ലെ, നിങ്ങൾ ഫീസ് അടയ്ക്കുന്നവരാണ്. നിങ്ങളുടെ മന്ത്ലി ഫീസ് അടയ്ക്കുന്നവരല്ലേ നിങ്ങൾ? ട്യൂഷൻ ഫീസ് ആയിട്ട് അല്ലെങ്കിൽ 3 months കൂടുമ്പോൾ 6 months കൂടുമ്പോൾ ട്യൂഷൻ ഫീസ് അടയ്ക്കുന്നവരാണ് നിങ്ങൾ. This is not for the tuition she is taking out of the school hours. This is only the general monthly fees from which salary is paid. In some schools they are receiving it as term fees. നമ്മള് 6 മാസം കൂടുമ്പോ ഫീസ് അടയ്ക്കുന്നവരുണ്ട് അല്ലെ. ചിലപ്പോൾ 3 months കൂടുമ്പോ ഫീസ് അടയ്ക്കും. അതൊക്കെ ഏത് കാറ്റഗറിയിലാണ് ഇത് വരുന്നത്? കുട്ടികളുടെ ട്യൂഷൻ ഫീസ് അല്ലെങ്കിൽ മന്ത്ലി അല്ലെങ്കിൽ ടേം ഫീസസ് പോലെയാണ് നമ്മൾ അടയ്ക്കുന്നത് അല്ലെ. ഓക്കെ, യെസ്. എപ്പോഴാണ് ഒരു ഏകദേശം സ്കൂൾ ഓപ്പൺ ചെയ്ത് ഏത് മാസം? ഇപ്പൊ സ്കൂൾ ഇപ്പൊ ജൂണിൽ ഓപ്പൺ ചെയ്തു, ഏത് മാസമായിരിക്കും നമ്മളൊരു ടേം ഫീസ് അടയ്ക്കുന്നത് അല്ലെങ്കിൽ ട്യൂഷൻ ഫീസ് അടയ്ക്കുന്നത്? ഫസ്റ്റ് ടേം ജൂലൈയിൽ അടക്കും. ഓഗസ്റ്റ്. എന്തോ 3 months കൂടുമ്പോഴാണ്. 3 months കൂടുമ്പോൾ അടയ്ക്കും. ഓക്കെ, നെക്സ്റ്റ് എക്സാം ഫീ അടക്കുന്നത് എപ്പോഴാണ്? എക്സാം ഫീസ് to be the question paper, printed question answer paper, thread and other needs. Many of the school collect this fees are called exam fees. In total for all the exams together separately for quarterly, half yearly and annually. Exam fees നമുക്കറിയാലേ, പരീക്ഷാ സമയത്താണ് നമ്മൾ എക്സാം ഫീസ് കളക്ട് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ഫീസ്? ക്വസ്റ്റ്യൻ പേപ്പർ പ്രിന്റിംഗ് തയ്യാറാക്കണം അല്ലെ, ആൻസർ പേപ്പേഴ്സ് വാങ്ങിക്കണം, ത്രെഡ് ടോയിൻ ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? ടോയിൻ വെച്ച് കെട്ടുന്നത്, നൂല് വെച്ച് കെട്ടുന്നത് കണ്ടിട്ടില്ലേ? ആ ത്രെഡ് വാങ്ങിക്കുന്ന എമൗണ്ട്. അപ്പൊ പേപ്പർ പ്രിന്റ്, ക്വസ്റ്റ്യൻ പേപ്പർ പ്രിന്റിങ്ങിന്, ആൻസർ പേപ്പറിന്, ത്രെഡ്, ഇതിന് വേണ്ടിയിട്ടാണ് മൂന്ന് രീതിയിൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് എക്സാം ഫീ കളക്ട് ചെയ്യുന്നത്. നമുക്കറിയാം ദീസ് ഫീസസ് ആർ കോൾഡ് എക്സാം ഫീസ്. അപ്പൊ ഇത്തരത്തിലുള്ള ഫീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സാം ഫീസസ് ആയിട്ട് പറയുന്നത്. ഈ ടോട്ടൽ ഫോർ ഓൾ ദ എക്സാംസ് ടുഗദർ ഓർ സെപ്പറേറ്റ്ലി. ചിലപ്പോൾ നമ്മള് ഓരോ പ്രാവശ്യം ഇപ്പൊ ക്വാർട്ടറൽ എക്സാമിന് വേണ്ടിയുള്ള മാത്രം എക്സാം ഫീസ് വാങ്ങിക്കും, അല്ലെങ്കിൽ ഹാഫ് ഇയർ എക്സാമിനുള്ള എക്സാം ഫീ വാങ്ങിക്കും, അല്ലെങ്കിൽ എന്താണ് ആനുവൽ എക്സാം. അപ്പൊ നമ്മൾ അങ്ങനെ ടേൺ ചെയ്തിട്ടായിരിക്കുള്ളൂ ഓരോ ഫീസസും കളക്ട് ചെയ്യുന്നത്. ഓക്കെ, അറിയാലോ അത്? Next, uniform fees. Generally, it will be collected in the starting itself. നമ്മൾ എപ്പോഴാണ് യൂണിഫോം ഫീസ് അടയ്ക്കുന്നത്? Starting അല്ലെ. In some schools, they collect later July. So this is collected one a year. Teachers should be very careful if it's paid installments or calculated separately for the belt, separately for shoes and so on. യൂണിഫോംസ് ഫീസ് എന്ന് പറയുന്നത് ചിലയിടത്ത് ചില സ്കൂളുകളിൽ അതോരോ സ്കൂളുകളിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും എടുക്കുന്നത് അല്ലെ. ചിലത് കളക്ട് ചെയ്യുന്നത് ജൂലൈയിലായിരിക്കാം. പിന്നെ ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഇത് യൂണിഫോമിന്റെയാണ് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ട് വരുന്നത് ഫീസ് കളക്ഷൻ എന്ന് പറയുന്നത്. യൂണിഫോം ഭയങ്കര ബുദ്ധിമുട്ടാണ് ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം. അതിൽ ചില പിള്ളേർ എങ്ങനെയാണ്, കുറച്ച് പേര് വാങ്ങി കുറച്ച് പേര് പൈസ കൊടുക്കാതിരിക്കും. ഇൻസ്റ്റാൾമെന്റിലേക്ക് എടുക്കുന്നവരാണെങ്കിൽ എന്താണ് പൈസ കൊടുക്കാതിരിക്കും. അതേപോലെ അത് ഒരു കൺഫ്യൂഷൻ ആണ്. ചിലപ്പോൾ മുറിച്ച് വെച്ച മെറ്റീരിയൽസ് പോലും ചില കുട്ടികൾ വാങ്ങിക്കാതെ ഇരിക്കാറുണ്ട്. അതിന്റെ പൈസ ചില സമയങ്ങളിൽ അധ്യാപകർക്ക് കൊടുക്കേണ്ട സിറ്റുവേഷൻസും വരാറുണ്ട്. ഇനി യൂണിഫോംസ് മാത്രമല്ല കൂടെ ഉണ്ടാവുന്നത്. എന്തൊക്കെ ഉണ്ടാവും യൂണിഫോമിന്റെ കൂടെ? സെപ്പറേറ്റ് ആയിട്ട് എന്തൊക്കെ ഉണ്ടാവും?
ബെൽറ്റ്, ബെൽറ്റ്, ഷൂസ്, സോക്സ്, പിന്നെ എന്താണ്, പിന്നെ എക്സ്ട്രാ ഫീസസ് വരുന്നുണ്ട് അല്ലെ, ID കാർഡ് തുടങ്ങി ബാഗ് ഉണ്ടാവും, എംപ്ലോയ് യൂണിഫോം ഫീസ് വരുന്നതാണ് കേട്ടോ. Then tour functions and program fees. These are not fixed fees. നമുക്കറിയാം ഈ ടൂറും അല്ലെങ്കിൽ മറ്റു പ്രോഗ്രാംസിനൊന്നും ഒരു ഫിക്സ്ഡ് എമൗണ്ട് ആയിരിക്കില്ല വരുന്നത് അല്ലെ. ടൂർ ഏതാണ് അല്ലെങ്കിൽ എത്ര ദിവസത്തെ ആണെങ്കിൽ 1 day ആണെങ്കിൽ അതിനനുസരിച്ച് മാത്രമേ എമൗണ്ട് വരുള്ളൂ അല്ലെ. അപ്പൊ ഇതൊരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഫീസസ് അല്ല. ചാപ്റ്റർ നെയിം ഒന്നുകൂടെ പറയുമോ? കാര്യം പറഞ്ഞുകൊടുത്തോണ്ട് ചാപ്റ്റർ നെയിം കേട്ടില്ല. ഏത് ചാപ്റ്റർ ആണ്? Unit 3 institutional planning. ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ ഓക്കെ, താങ്ക് യു. പേജ് നമ്പർ. താങ്ക് യു. These are not fixed fees according to the management. The teachers answer in this way. In some schools they do not conduct any tours at all. Tours will be of 4 types. അപ്പോൾ നമുക്കറിയാം ടൂർ എന്ന് പറയുന്നത് അതിന്റെ ദിവസങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അതിന്റെ എമൗണ്ട് പറയുന്നത്. അതുപോലെ ഏത് പ്രോഗ്രാം ആണെങ്കിലും ആ പ്രോഗ്രാമിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എമൗണ്ട് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഫിക്സ്ഡ് ആയിട്ടുള്ള എമൗണ്ട് അല്ല എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടൂർസും ഫംഗ്ഷൻസും പ്രോഗ്രാംസ് ഒക്കെ തയ്യാറാക്കുന്നത് ആരാണ്? സ്കൂൾ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ ഇതെല്ലാം പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, പ്രധാനമായിട്ട് നമ്മുടെ ടൂറിനെ 4 കാറ്റഗറീസ് ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. സ്കൂൾ ടൂറുകൾ നമ്മൾ 4 കാറ്റഗറീസ് ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് ജനറൽ ടൂർ അല്ലെങ്കിൽ ലോങ് ടൂർ, ലോക്കൽ ടൂർ, റഷ്യൻ കൈൻഡ് ഓഫ് ടൂർ ആൻഡ് ടീച്ചർ ടൂർ. നമുക്ക് ആദ്യത്തേത് നോക്കാം. ജനറൽ ടൂർ ഓർ ലോങ് ടൂർ. ഇറ്റ് ഈസ് for a long place arranged by the correspondent. Entire school is expected to participate once a year. എന്താണ് ലോങ് ടൂർ എന്ന് പറയുന്നത്? ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം അല്ലെ ലോങ് ടൂർ എന്താണ്. നമ്മള് സ്കൂളിൽ ഇടയ്ക്കിടയ്ക്ക് പോകുന്നതാണോ? അപ്പോ നമ്മളറിയാം കുട്ടികൾ 10th എത്തുന്ന സമയത്താണ് ലോങ് ടൂർ വരുന്നത് അല്ലെ. 10th ക്ലാസ്സിൽ എത്തുന്ന സമയത്താണ് നമ്മൾ ലോങ് ടൂർ പോവാറ്. ഓക്കെ, യെസ്. അപ്പൊ അതിനെയാണ് നമ്മൾ ജനറൽ ടൂർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സ്കൂൾ തന്നെയായിരിക്കും ഒരു ലോങ് പ്ലേസ് ആയിട്ട് അറേഞ്ച് ചെയ്തത്. ആരാണോ ടൂറിന്റെ കോർഡിനേറ്റേഴ്സ് അവരായിരിക്കും എന്ത് ചെയ്യുന്നത്? ടൂർ പ്ലാൻ ചെയ്യുമ്പോൾ 4 ദിവസം അല്ലെങ്കിൽ 5 ദിവസം ഇത്ര ദിവസമായിരിക്കും ഒരു ട്രിപ്പ് വരുന്നത്. ഓക്കെ, അപ്പോ സ്കൂളിലെ എല്ലാ ടീമും തന്നെ എന്താണ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ടീച്ചേഴ്സും സ്റ്റാഫൊക്കെ തന്നെ എന്താണ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ലോക്കൽ ടൂർ. ലോക്കൽ ടൂർ എങ്ങോട്ടായിരിക്കും? എ പ്ലേസ് വിത്തിൻ ടൗൺ ലൈഫ്, സൂ, ബൊട്ടാണിക്കൽ ഗാർഡൻ, സർക്കസ്, ചൈൽഡ് ഫിലിം എക്സെട്ര. ലോക്കൽ ടൂർ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ലോക്കൽ പ്ലേസസ് വിസിറ്റ് ചെയ്യുന്നതാണ് അല്ലെ. പ്രത്യേകിച്ച് സൂ അല്ലെ, മൃഗശാലകള്, ബൊട്ടാണിക്കൽ ഗാർഡൻസ്, സർക്കസ്, ചൈൽഡ് ഫിലിംസ് തുടങ്ങിയ അങ്ങനെ ചെറിയ ചെറിയ പ്രോഗ്രാംസുകൾ തൊട്ടടുത്തുള്ള പ്രോഗ്രാംസുകൾ അറ്റൻഡ് ചെയ്യുന്നതാണ് എന്ത്? ലോക്കൽ ടൂർ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ക്ലിയർ മാം. അടുത്ത ടൂർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവോ? റഷ്യൻ കൈൻഡ് ഓഫ് ടൂർ. റഷ്യൻ കൈൻഡ് ഓഫ് ടൂർ അല്ലെങ്കിൽ ഔട്ട്ഡോർ ക്ലാസ് എന്ന് പറയുന്നത്. ഔട്ട്ഡോർ ക്ലാസ് ടൂർ. This type outdoor കേട്ടിട്ടുണ്ടാവും. ഔട്ട്ഡോർ ടൂർ കേട്ടിട്ടുണ്ടാവും. This type is otherwise called. ഇല്ല, കേട്ടിട്ടില്ല. This type is otherwise called a walking tour. The teacher takes her own class students out for a hike. എന്താണ് റഷ്യൻ കൈൻഡ് ഓഫ് ടൂർ എന്ന് പറയുന്നത്? ഇവിടെ ആരെ കൊണ്ടുപോകുന്ന കാര്യമാണ് പറയുന്നത്? ആരെ കൊണ്ടുപോകുന്ന കാര്യമാണ്? ടീച്ചർ ടീച്ചർമാര് സ്റ്റുഡൻസിനെ കുട്ടികളെ. അതായത് നമ്മുടെ സ്റ്റഡീസിനെ സംബന്ധപ്പെട്ടിട്ട് നമ്മൾ പുറത്തു പോയിട്ട് ടൂർ പോലെ പോയിട്ട് കാണിച്ചു കൊടുക്കുന്നതാണോ? ടീച്ചർ അവരുടെ ക്ലാസ്സിലെ കുട്ടികളെ മാത്രം കൊണ്ടുപോയി പുറത്തു കാണിക്കും. അതെ, അതായത് ടീച്ചർ അവരുടെ റെസ്പോൺസിബിലിറ്റി എടുത്തുകൊണ്ട് തന്റെ കുട്ടികൾ തന്റെ ക്ലാസ്സിലുള്ള കുട്ടികളെ മാത്രം കൊണ്ടുപോകുന്ന ടൂർ ടൈപ്സ് ആണ് എന്ത്? ഔട്ട്ഡോർ ക്ലാസ് ടൂറിൽ വരുന്നത്. ഈ റഷ്യൻ കൈൻഡ് ഓഫ് അതിനൊരു പേര് കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. റഷ്യൻ കൈൻഡ് ഓഫ് ടൂർ ഉൾപ്പെടുത്തുന്നത്. ഹൈക്ക് എന്ന് പറഞ്ഞാൽ കയറ്റം എന്നുള്ളതിനാണ് മീനിങ് ആണ് കേട്ടോ. അതായത് ടീച്ചർ സ്വന്തം ക്ലാസ്സിനെ തന്നെ ഇപ്പൊ ടീച്ചേഴ്സ് കൊണ്ടാവില്ല അവരവരുടെ റെസ്പോൺസിബിലിറ്റി എടുത്തിട്ട് ടീച്ചേഴ്സ് കൊണ്ടുപോകുന്ന ടൂറുകളുണ്ട്. ചിലപ്പോ
ഒരുപാട് ദൂരം ഒന്നും തൊട്ടടുത്ത പ്ലേസസും തന്നെ നമ്മുടെ ലോക്കൽ ടൂർ പോലെ തന്നെയാണ് ഈ കാറ്റഗറിയും വരുന്നത്. ഓക്കെ, ചിലപ്പോ ടീച്ചറിന് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്ലേസ്, ഇപ്പൊ ബീച്ചിലൊക്കെ കൊണ്ടുപോകണമല്ലോ നമ്മൾ ബീച്ചിലൊക്കെ, അപ്പൊ ടീച്ചറിന്റെ ക്ലാസ്സിനെ മാത്രമായിരിക്കും കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ ഒരു പാർക്ക് അല്ലെ, പാർക്കിൽ കൊണ്ടുപോകുന്നതൊക്കെ എന്താണ് ആ ടീച്ചറിന് ഇഷ്ടപ്രകാരം കൊണ്ടുപോകും. അപ്പൊ ടീച്ചറിന്റെ ഉത്തരവാദിത്വം നമുക്ക് കംപ്ലീറ്റ്. ഓക്കെ, യെസ്. അതായത് കുട്ടികളോടൊക്കെ അറ്റാച്ച്മെന്റ് ഒക്കെ വരുന്ന സമയത്താണ് അങ്ങനെയൊക്കെ ഒരു ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യുന്നത്. അതായത് കുട്ടികള് പറയുന്നതിനനുസരിച്ചിട്ട് ടീച്ചേഴ്സ് വില്ലിങ്ങോ, അതായത് കുട്ടികളെ കൊണ്ടുപോകാൻ അവർക്ക് തോന്നും, ഓൺ ക്ലാസ്സിനെ പുറത്തോട്ട് കൊണ്ടുപോകാനായിട്ട് തോന്നുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. ഓക്കെ, അതാണ് ഏത് കൈൻഡിൽ വരുന്നത്, ഔട്ട്ഡോർ ക്ലാസ് ടൂറിൽ അല്ലെങ്കിൽ റഷ്യൻ കൈൻഡ് ഓഫ് ടൂറിൽ വരുന്നത്. അടുത്തത് എന്താണ്, ടീച്ചർ ടൂർ. ടീച്ചർ ടൂർ. This tour is arranged by the correspondent in all the above or in all above tours. The teachers is relaxed less. For the fulfillment of the teachers, the tour is arranged generally in the locations by the management. So, നമ്മൾ ബാക്കിയുള്ള 4 ടൂറുകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ടീച്ചേഴ്സിന് ഒരിക്കലും റിലാക്സ്ഡ് ആവാൻ പറ്റില്ല അല്ലെ. കാരണം കുട്ടികളെ കൊണ്ട് പോകുകയാണ് അല്ലെ. ലോക്കൽ ടൂർ ആണെങ്കിലും ഔട്ട്ഡോർ ക്ലാസ് ടൂർ ആണെങ്കിലും ലോങ് ടൂർ ആണെങ്കിലും എന്താണ് ടീച്ചേഴ്സ് ശരിക്കും റിസ്ക്ഡ് ആണ്. കാരണം കുട്ടികളെ കൊണ്ട് പോകണം, തിരിച്ചു കൊണ്ടുവന്ന് വരെ എന്താണ് അവർക്ക് ടെൻഷനാണ്. അവർക്ക് റിലാക്സ് ചെയ്ത് പോകാനായിട്ട് സാധിക്കില്ല. പക്ഷെ ടീച്ചേഴ്സ് ടൂർസ് കണ്ടക്ട് ചെയ്യുമ്പോൾ എന്താണ് ടീച്ചർമാർ മാത്രമാണ് വരുന്നത് അല്ലെ. അവിടെ കുട്ടികളെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അവർക്ക് അവരവനെ മാത്രം ശ്രദ്ധിച്ചാൽ മതിയാവും. അപ്പൊ അവർ റിലാക്സ് ചെയ്ത് പോകുന്ന ഒരു ടൂർ ടൈപ്പ് ആണ് ടീച്ചേഴ്സ് ടൂർ എന്ന് പറയുന്നത്. അതായത് ടീച്ചേഴ്സിന്റെ ഫുൾഫിൽമെന്റിന് വേണ്ടിയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ പ്ലാൻ ചെയ്ത് അറേഞ്ച് ചെയ്ത് കൊണ്ടുപോകുന്ന ടൂറാണ്. മാനേജ്മെന്റ് അറേഞ്ച് ചെയ്ത് കൊണ്ടുപോകുന്ന ടൂറാണ് എന്ത് ടീച്ചേഴ്സ് ടൂർ എന്ന് പറയുന്നത്. ഏത് സമയത്തായിരിക്കും ടീച്ചർ ടൂർ കണ്ടക്ട് ചെയ്യുന്നത്? ടൈമിലായിരിക്കുള്ളൂ കണ്ടക്ട് ചെയ്യുന്നത് കേട്ടോ. ഇപ്പൊ നമ്മള് 4 ടൈപ്സ് ഓഫ് ടൂർ ആണ് നോക്കിയത്. ഏതൊക്കെയാണ്? ജനറൽ ടൂർ, അല്ലെങ്കിൽ ലോങ് ടൂർ, റഷ്യൻ കൈൻഡ് ഓഫ് ടൂർ, ടീച്ചർ ടൂർ. 4 മനസ്സിലായോ? 4 ടൈപ്പ് ഓഫ് ടൂറുകള് മനസ്സിലായി. Beside the program is of 2 types. One is inside the campus like film show, puppet show, etc. Second one is outside the campus where the children are taken to see a circus, children's cinema, etc. These are all them and there are disbursement pieces. നമുക്ക് സ്കൂളിൽ തന്നെ 2 തരത്തിലുള്ള പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാം. ഒന്ന് സ്കൂളിനകത്തും കണ്ടക്ട് ചെയ്യാം, സ്കൂളിന് പുറത്തും കണ്ടക്ട് ചെയ്യാം. പ്രോഗ്രാംസുകളാണ് കേട്ടോ, പരിപാടികൾ. അതായത് 2 ടൈപ്സ് പ്രോഗ്രാം വരുന്നത്. ഒന്ന് ഇൻസൈഡ് ദ ക്യാമ്പസും ഔട്ട്സൈഡ് ദ ക്യാമ്പസ് പ്രോഗ്രാം. ഇൻസൈഡ് ദ ക്യാമ്പസ് പ്രോഗ്രാമും വരുന്നുണ്ട്, ഔട്ട്സൈഡ് ദ ക്യാമ്പസ് പ്രോഗ്രാം വരുന്നുണ്ട്. ഇൻസൈഡ് ദ പ്രോഗ്രാംസിൽ എന്തൊക്കെയാണ് വരുന്നത്? ഫിലിം ഷോ അല്ലെ, നമ്മുടെ ഫിലിം ഷോസിന് കൊണ്ടുപോകാറുണ്ട്. പപ്പറ്റ് ഷോ. പപ്പറ്റ് ഷോ അറിയാമോ? പപ്പറ്റ് ഷോ എന്താണ്? പപ്പറ്റ് ഷോ പാവകളിനെ വെച്ചിട്ട് അവര് പാവക്കൂത്താല്, പാവകളെ പണ്ട് കൊണ്ടുവരുന്നതാണ് കേട്ടോ, ഒന്നും ഇല്ലാതെ. അത് ഇൻസൈഡ് ക്യാമ്പസിൽ ചെയ്യുന്ന ഷോസ് ആണ് അല്ലെ, പ്രോഗ്രാംസുകളാണ്. ഇനി സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ്. ഔട്ട്സൈഡ് എന്ന് പറയുമ്പോൾ ക്യാമ്പസിന് പുറത്താണ് നമ്മുടെ കുട്ടികളുടെ. ക്യാമ്പസിന് പുറത്ത് കൊണ്ടുപോകുന്ന ഷോസ് ഒക്കെ ഏതൊക്കെയാണ്? സർക്കസ് അല്ലെ, സർക്കസിന് കൊണ്ടുപോകാം. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന സിനിമകൾ അല്ലെ, കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള സിനിമകൾ കാണിക്കാനൊക്കെ കൊണ്ടുപോകാം. അതെല്ലാം ഔട്ട്സൈഡ് ദ ക്യാമ്പസ് പ്രോഗ്രാംസിൽ ഉൾപ്പെടുന്നതാണ്. These are all that are there are disbursement fees. ഇതിന്റെ ഫീസസ് എന്നൊക്കെ പറയുന്നത് എങ്ങനെയായിരിക്കും? ഇതിന്റെ ഫീസ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഫീസ് ആയിരിക്കും. എന്തോ എങ്ങനെയുള്ള ഫീസ് ആയിരിക്കും ഇതിന് കൊടുക്കുന്നത്? ഓരോ പ്രോഗ്രാമിന്റെ അനുസരിച്ച്. പ്രോഗ്രാം അനുസരിച്ചിട്ടായിരിക്കും, അതിനനുയോജ്യമായിട്ടുള്ള രീതിയിലായിരിക്കും അവിടെ ഫീസ് വരുന്നത് അല്ലെ. ചെറിയ എമൗണ്ട് മാത്രമായിരിക്കും വൻ. ചിലപ്പോൾ ടീച്ചേഴ്സ് തന്നെ ആ എമൗണ്ട് ഫുൾ എടുക്കുന്നതായിരിക്കും. ചില സിറ്റുവേഷൻസ് അനുസരിച്ചിട്ട് ഇപ്പൊ ഫീസ് തരാൻ പറ്റാത്ത കുട്ടികൾ ഉണ്ടായിരിക്കും അല്ലെ. അങ്ങനെയുള്ള കുട്ടികൾക്ക് തന്നെ ആ ടീച്ചർ തന്നെയായിരിക്കും അതിന്റെ ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് ആ ഫീസ് കളക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ 2 ടൈപ്പ് പ്രോഗ്രാം ഉണ്ട്. ഏതൊക്കെയാണ്? ഇൻസൈഡ് ദ ക്യാമ്പസ് പ്രോഗ്രാമിലാണ് ഫിലിം ഷോസും പപ്പറ്റ് ഷോസും വരുന്നത്. ഔട്ട്സൈഡ് ദ ക്യാമ്പസിലാണ് എന്ത് വരുന്നത്? In all the above cases,
wherever the teacher is given any kind of fees collection works, the teacher should keep a notebook and enter the daily collection in it with date, name of students, amount collected and purpose of the fee. Purpose as a heading of the page. ഇനി ഇവിടെ പറയുന്നത് എന്ത് പ്രോഗ്രാംസ് ആയിക്കോട്ടെ, എന്ത് ആക്ടിവിറ്റി ആയിക്കോട്ടെ, ഏത് ടീച്ചർ ആണെങ്കിലും എന്താണ് നമ്മൾ ചെയ്യുന്ന കാര്യത്തെ കുറിച്ച് നമ്മൾക്കൊരു കൃത്യമായിട്ടൊരു രേഖപ്പെടുത്തൽ ഉണ്ടായിരിക്കണം. അതായത് ഫീസ് എത്ര ഫീസ് ആയിക്കോട്ടെ, അതായത് ഏത് കുട്ടിയാണ് തരുന്നത്, അതിന്റെ ഡെയിലി കളക്ഷൻസ് നമ്മളൊരു ഡയറിയിലോ നോട്ട്ബുക്കിലോ രേഖപ്പെടുത്തിയിരിക്കണം. കുട്ടിയുടെ പേര്, ഡേറ്റ്, പിന്നെ എന്താണ് ഏത് എമൗണ്ട് ആണ് കളക്ട് ചെയ്തത്, ഏതിനു വേണ്ടി, ഏത് പർപ്പസിന് വേണ്ടിയാണ്. ഇപ്പൊ നമ്മൾ ഫിലിം ഷോ ആണെങ്കിൽ ഫിലിം ഷോ ഹെഡിങ് കൊടുക്കുക, ഡേറ്റ് കൊടുക്കുക, കുട്ടിയുടെ പേര്, ഏത് എമൗണ്ട് ആണ്, ബാലൻസ് എത്രയാണ് എന്നുള്ള കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് പോവുക. അതെന്ത് കാര്യങ്ങളാണ് കേട്ടോ. ഓക്കെ, preferably with the statement about received amount, total amount in words. നമ്മൾ എപ്പോഴും എന്താണ് ആ ടോട്ടൽ എമൗണ്ട് എപ്പോഴും വേർഡ്സിൽ എഴുതുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിട്ട് എഴുതുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ദെൻ എല്ലാത്തിന്റെ ബിൽസ് അല്ലെ, എല്ലാ ഏത് ഷോസ് അറ്റൻഡ് ചെയ്താൽ അതിന്റെയൊക്കെ ബിൽസ് ആരുടെ കയ്യിൽ ഉണ്ടായിരിക്കണം? ബില്ലുകള് ആരുടെ കയ്യിൽ ഉണ്ടായിരിക്കണം? ടീച്ചേഴ്സിന്റെ കയ്യിൽ ഉണ്ടായിരിക്കണം അല്ലെ. She should note the bill number, serial number and the name of the students when the bills are dispersed. ഇനി ഓരോ കുട്ടികളും നമ്മൾ എമൗണ്ട് അനുസരിച്ച് ആ ബില്ല് പേ ചെയ്ത് കൊടുക്കുക. ബില്ല് കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്ത് അതിന്റെ സീരിയൽ നമ്പർ, ബിൽ നമ്പർ എല്ലാം നോട്ട് ചെയ്തതിനു ശേഷം മാത്രമായിരിക്കും കുട്ടികൾക്ക് നമ്മളത് കൊടുക്കേണ്ടത്. ഓക്കെ, ഏത് തരം പ്രോഗ്രാം ആണെങ്കിലും ഫീസ് കളക്ട് നിങ്ങളോട് പ്രത്യേകം പറയണം. നിങ്ങൾ സ്കൂളിൽ പോകുന്ന സമയത്ത് അങ്ങനെ എന്തെങ്കിലും ഡ്യൂട്ടീസ് കിട്ടുകയാണെങ്കിൽ എന്തായാലും അത് നോട്ട്ബുക്കിൽ നിർബന്ധമായിട്ട് നോട്ട് ചെയ്ത് വെക്കാം. കാരണം നമ്മളുടെ കയ്യിൽ ഉണ്ടാകുന്ന ആകെ ഒരു തെളിവ് അത് മാത്രമായിരിക്കുള്ളൂ. കേസ് എന്തെങ്കിലും സിറ്റുവേഷൻസ് വന്നാൽ നമ്മൾ പെട്ടുപോകും. കാരണം പൈസയുടെ കാര്യമായതുകൊണ്ട് വളരെ സൂക്ഷിച്ചിട്ട് വേണം സ്കൂളിലേക്ക് കാര്യങ്ങൾ നിങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട്. അത് വളരെ ശ്രദ്ധയെടുത്ത് നമ്മൾ പഠിപ്പിക്കുന്നത് പോലെ എല്ലാ ഫീസ് കളക്ഷൻസ് പ്രത്യേകിച്ച് ഒരു യൂണിഫോം ഫീസ് വളരെ ഡിഫിക്കൽട്ട് ആണ്. ചെയ്തവർക്ക് അറിയാൻ പറ്റും. ഞാൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ലാസ്റ്റ് ഭാഗമാണ് ഇതിലെ ടേക്കിംഗ് പാർട്ട് ഇൻ ഫംഗ്ഷൻസ് ആൻഡ് മീറ്റിംഗ്സ്. നമ്മുടെ സ്കൂളിൽ ഒരുപാട് ഫംഗ്ഷൻസ് നടത്താറുണ്ട് അല്ലെ. ആനുവൽ ഡേ നടത്താറുണ്ട്, സ്പോർട്സ് ഡേ നടത്താറുണ്ട്, കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട പ്രോഗ്രാംസ് ഉണ്ടായിരുന്നത്, ഒരു ഫെസ്റ്റിവൽസ് സെലിബ്രേറ്റ് ചെയ്യാൻ, അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് നമ്മുടെ സ്കൂളിൽ വരാൻ പോകുന്നുണ്ട് അല്ലെ. അപ്പൊ ആ സമയത്തൊക്കെ നമ്മൾ ഇതെങ്ങനെ കണ്ടക്ട് ചെയ്യണം? ഓരോ ടീച്ചേഴ്സിനും കുറച്ച് ഡ്യൂട്ടീസ് വരും, ആരൊക്കെ എന്തൊക്കെയാ ചെയ്യേണ്ടതെന്നുള്ളത്. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യണമെന്ന് ഫസ്റ്റ് ടൈം നമുക്ക് അറിയാൻ പറ്റും. അത് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് വളരെ സ്മൂത്ത് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. Taking part in functions and meetings. The teacher should think of school as a home. ടീച്ചേഴ്സ് സ്കൂൾ എന്തായിട്ടാണ് കരുതുന്നതെന്നാണ് പറയുന്നത്? നമ്മുടെ വീട് പോലെ തന്നെ നമ്മുടെ സ്കൂളിനെ കാണാനായിട്ട് നമ്മൾ ശ്രമിക്കണം. എന്നാലും മാത്രം നമുക്ക് അവിടെ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അല്ലാതെ പക്ഷെ നമ്മൾ വെറുതെ ഒരു ജോലി ചെയ്യുന്ന പോലെ ആയിപ്പോ. ഓക്കെ, when a function is celebrated in the home, everyone gets some part in the function. ഇവിടെ നമ്മൾ ടീച്ചേഴ്സ് എല്ലാവരും തന്നെ ലീഡായിട്ട് കാണാൻ പറയുന്നതിന് കാരണം എന്താണ്? നമ്മുടെ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ അതിൽ പങ്കെടുക്കും അല്ലെ. എല്ലാ തരത്തിലും നമ്മുടെ എല്ലാ പാർട്ടിസിപ്പേഷൻസും കൊടുത്തിട്ടായിരിക്കും നമ്മുടെ വീട്ടിലെ ഫംഗ്ഷൻസ് അറ്റൻഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ആയിരിക്കണം എന്താ നമ്മുടെ സ്കൂളിൽ ഒരു പ്രോഗ്രാം വന്നാലും നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത്. Decide when a function is resolved to be celebrated in the school or a meeting is decided to be conducted in the school. The teacher has a part in it. The wanted work to be shared in the function and meetings are. Okay, എന്ത് ഫംഗ്ഷൻസ് സ്കൂളിൽ സെലിബ്രേറ്റ് ചെയ്താലും ഒരു മീറ്റിംഗ് ആയിക്കോട്ടെ ഫംഗ്ഷൻ ആയിക്കോട്ടെ ടീച്ചേഴ്സ് നിർബന്ധമായിട്ട് അതിലെന്താണ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ആ സെലിബ്രേഷനിൽ നമ്മൾ പങ്കാളികളായിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ഭാഗം അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഇനി എന്തൊക്കെ ഫംഗ്ഷൻസ് ആണ് പ്രധാനമായിട്ടും സ്കൂളിൽ ഉണ്ടാവുന്നത്? ഇപ്പൊ നമ്മളെല്ലാം പ്രോഗ്രാംസ് കാണാറുണ്ട്. പ്രോഗ്രാമിന് പുറകിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ അത് അറിയാറുണ്ട് അല്ലെ. ഇപ്പൊ ടീച്ചേഴ്സ് അല്ലാതെ നിങ്ങൾ ആദ്യമായിട്ട് പഠിപ്പിക്കാൻ പോകുന്നവരുടെ കാര്യമാണ് പറയുന്നത്. പ്രോഗ്രാം പോയിട്ട് നമ്മൾ കാണുന്നതിന്റെ പുറകിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നമ്മൾ അവിടെ നിന്ന് ചിലപ്പോൾ പറയും അങ്ങനെ ചെയ്യായിരുന്നു ഇങ്ങനെ ചെയ്യായിരുന്നു. പക്ഷെ അതിന്റെ പുറകിൽ ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ട്. എന്തൊക്കെയാണ്? ഫസ്റ്റ് നമുക്ക് നോക്കാം. അറേഞ്ച് ദ VIP ഇൻവിറ്റേഷൻ കമ്മിറ്റി. അപ്പൊ ഇൻവിറ്റേഷൻ കമ്മിറ്റി എന്നൊരു ഗ്രൂപ്പ് ഉണ്ടാകും. അതായത് നമ്മൾ ഏത് സെലിബ്രിറ്റീനെയാണ് ഇൻവൈറ്റ് ചെയ്യുന്നത്, അതാണ് വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേഴ്സൺ ആയിട്ട് നമ്മൾ ആ മീറ്റിംഗിൽ അല്ലെങ്കിൽ ആ പ്രോഗ്രാമിൽ നമ്മൾ സെലിബ്രിറ്റി ഗസ്റ്റ് ആയിട്ട് കൊണ്ടുവരുന്നത്.
അവർ അറേഞ്ച് ചെയ്യണം അല്ലെ? അവർ അറേഞ്ച് ചെയ്യണമെങ്കിൽ നിസ്സാര കാര്യമാണോ? അല്ല. നമുക്ക് നോക്കാം. One or few teachers who take the work are capable of not only getting the grades from the VIP, they should only do the work, printing invitation and issuing them. They should meet the VIP again to make arrangements for the arrivals, retreat, and they are only responsible for the moment and refreshment for the invited person. നമ്മളൊരു VIP നെ സെലക്ട് ചെയ്തു, ആളെ ഇൻവൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻവിറ്റേഷൻ കാർഡ് ഇഷ്യൂ ചെയ്യണം, ആ കാർഡ് പ്രിന്റ് ചെയ്യണം. അതൊക്കെ ആരുടെ ഡ്യൂട്ടീസ് ആണ്? ഇൻവിറ്റേഷൻ കമ്മിറ്റിയിലുള്ള ടീച്ചേഴ്സിന്റെ ഡ്യൂട്ടിയാണ്. മാത്രമല്ല അവർ വരുന്ന സമയത്ത്, സെലിബ്രിറ്റീസ് വരുന്ന സമയത്ത് അവർ ട്രീറ്റ് ചെയ്യണം നമ്മൾ അല്ലെ? അവരെവിടെയാണ് കൊണ്ടുവരുത്തേണ്ടത്? പ്രോഗ്രാം തുടങ്ങുന്നതിന് മുന്നായിട്ട് എത്തിച്ചു വരുന്നാൽ എന്താണ്? അവരെ റിഫ്രഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഏരിയയിൽ നമ്മൾ എത്തിക്കേണ്ടതുണ്ട്. അവർക്ക് വേണ്ട ആവശ്യങ്ങൾ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. റിഫ്രഷ് ചെയ്യാനുള്ള എല്ലാ തരം പ്രോസസ്സും നമ്മൾ ആരാണ് ചെയ്യേണ്ടത്? അധ്യാപകരാണ് ചെയ്യേണ്ടത്. എങ്ങനെയുള്ള അധ്യാപകരെ? ഇൻവിറ്റേഷൻ കമ്മിറ്റിയിലുള്ള അധ്യാപകർ. ഒരു 5 പേര് അതിൽ സെലക്ട് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ 4 പേരെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഓക്കെ, അപ്പൊ അവരുടെ ഡ്യൂട്ടിയാണ് VIPs അറേഞ്ച് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? അറേഞ്ച് ചെയ്ത VIPs. ഓക്കെ, അടുത്തത് സ്റ്റേജ് അറേഞ്ച്മെന്റ് ആണ്. സ്റ്റേജ് അറേഞ്ച്മെന്റ്. One of the few teachers taking this in charge should be responsible only for the mild arrangements. She should not move further up the stage. Others of the stage arrangement should take care of the decoration, seating arrangements, etc. If the screen is used, a teacher on each side of the stage should not move away to the end. Stage arrangements മറ്റൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രോസസ് തന്നെയാണ്. കാരണം നമ്മുടെ ഓരോ പ്രോഗ്രാംസിനനുസരിച്ചിട്ട് കുട്ടികളെ പ്രോഗ്രാംസിന് തൊട്ട് മുമ്പായിട്ട് തന്നെ ഇപ്പൊ ആദ്യം എന്തായിരിക്കും? ഔദ്യോഗികമായിട്ടുള്ള ഇനാഗുറൽ ഫംഗ്ഷൻ ആയിരിക്കും അല്ലെ? ഇനാഗുറൽ ഫംഗ്ഷന് എന്താണ്? ഡെക്കറേഷൻ ചെയ്യേണ്ടതുണ്ട്. സ്റ്റേജിനകത്ത് തന്നെ എന്താണ്? ഡെക്കറേഷൻ ചെയ്യേണ്ടതുണ്ട്, സീറ്റിംഗ് അറേഞ്ച് ചെയ്യേണ്ടതുണ്ട്. പിന്നെ സ്ക്രീനിനകത്ത് അടുത്തായിട്ട് ടീച്ചേഴ്സിന് കണ്ടിട്ടുണ്ടാവും അല്ലെ? സ്ക്രീനിനെ തൊട്ടടുത്ത്, സ്ക്രീൻ പൊന്തുന്ന സ്ഥലത്ത് ടീച്ചേഴ്സ് ഉണ്ടായിരിക്കും, അപ്പുറമായിട്ടുണ്ടായിരിക്കും. 2 സൈഡിലും ടീച്ചേഴ്സ് ഉണ്ടായിരിക്കും സ്ക്രീനിന്റെ. അതായത് പ്രോഗ്രാം തീരുന്നത് വരെ എന്താക്കിയ ടീച്ചർ അവിടെ അറ്റൻഡ് ചെയ്യേണ്ടി വരും അല്ലെ? ഓക്കെ, യെസ്. അതേപോലെ തന്നെ എന്താണ്? ഒരു ഇനാഗുറേഷൻ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം ആ സ്റ്റേജ് പിന്നെയും നമ്മൾ റീക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. കാരണം പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് കുട്ടികൾ അറേഞ്ച് ചെയ്യണം, ഓരോ കുട്ടികളെ കൃത്യമായിട്ട് അകത്തേക്ക് കയറ്റണം. അത് കഴിഞ്ഞതിന് ശേഷം കുട്ടികളെ തിരിച്ച് ഒരു സൈഡിൽ, ഒരു ലെഫ്റ്റ് സൈഡിൽ കൂട്ടിയിട്ട് റൈറ്റ് സൈഡിൽ കൂടി ഇറക്കി വിടണം. അങ്ങനെ ഒരുപാട് ഡ്യൂട്ടീസ് ഇതിൽ വരുന്നുണ്ട്. സ്റ്റേജ് അറേഞ്ച്മെന്റ്സ് വരുന്നുണ്ട്. വളരെ ബുദ്ധിമുട്ടാണ് അതൊക്കെ ചെയ്യാനായിട്ട്. നമ്മൾ ചെയ്ത് നമുക്കത് എക്സ്പീരിയൻസ്ഡ് ആവും. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളൂ. നമുക്ക് ആകെ മൊത്തത്തിലൊന്ന് തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെയോ, കാരണം ഒരുപാട് കുട്ടികൾ ഉണ്ടാവും, ഒരുപാട് പാരന്റ്സ്, അങ്ങനെയൊക്കെ ഓർമ്മയാകുമ്പോൾ ഒരു ഫംഗ്ഷനല്ലേ, ഒത്തിരി പേര് വരുന്നതാണ്. നമുക്ക് കൺട്രോൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഫസ്റ്റ് ടൈം ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇതൊന്ന് അറിഞ്ഞിരുന്നാൽ കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സ്റ്റേജ് അറേഞ്ച്മെന്റ്സ് എന്ന് പറയുന്നത് അത്രയേ ഉള്ളൂ. പിന്നെ ഡ്രിങ്ക്സ് ആൻഡ് ഇഡിബിൾ അറേഞ്ച്മെന്റ്സ്. നമ്മളൊരു പ്രോഗ്രാംസ് നടക്കുമ്പോൾ ഭക്ഷണ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ട് അല്ലെ? അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ടീച്ചേഴ്സ് ഉണ്ടായിരിക്കും. സ്റ്റേജ് അറേഞ്ച്മെന്റ്സിന് കൊടുക്കുന്നത് പോലെ തന്നെ ഡ്രിങ്ക്സ് ആൻഡ് ഇഡിബിൾ അറേഞ്ച്മെന്റ്സിന് വേണ്ടിയിട്ട് അധ്യാപകരുണ്ടായിരിക്കും. ആരൊക്കെയാണ്, എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത്? Teachers of this charge should perform the work of purchasing, preparing, allocation and cleaning the vessels. They should keep proper vouchers and hand over them to principal. നമുക്ക് ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ മാക്സിമം നമ്മൾ എന്താണ്? വെള്ളം അറേഞ്ച് ചെയ്യാറുണ്ട് അല്ലെ? ഡ്രിങ്ക്സ് അറേഞ്ച് ചെയ്യാറുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലും ഫ്രൂട്ട്സോ വരുന്ന ഗസ്റ്റുകളൊക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ അറേഞ്ച് ചെയ്യും അല്ലെ? അത് ഏത് ടൈമാണെന്ന് വെച്ചിട്ടായിരിക്കും നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. ഈവനിങ് ആണെങ്കിൽ ഈവനിങ് സ്നാക്സുകൾ അങ്ങനെയായിരിക്കും നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ കോഫി ടീ അങ്ങനെ ആയിരിക്കും. ഓക്കെ, ഇതൊക്കെ വാങ്ങിക്കുന്നതിന് മുമ്പുള്ള പ്രിപ്പറേഷൻസ്, അതൊക്കെ ആരുടെ ഡ്യൂട്ടീസ് ആണ്? ഡ്രിങ്ക്സ് ആൻഡ് ഇഡിബിൾ അറേഞ്ച്മെന്റ് ചെയ്യുന്ന ടീച്ചേഴ്സിന്റെ ഡ്യൂട്ടിയിലാണ് വരുന്നത്. അതിന്റെ ഫണ്ട്സുകൾ അല്ലെ? ഫണ്ട് അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന ഫണ്ടുകൾ കൃത്യമായിട്ട് എല്ലാ സാധനങ്ങളും പുറത്തിരിക്കും. അതുപോലെ തന്നെ വാങ്ങിക്കാൻ സാധിക്കണം. വെസൽസ്, പാത്രങ്ങൾ അല്ലെ? അത് കൊടുക്കാനുള്ള പാത്രങ്ങള് കൃത്യമായിട്ട് അതിലെല്ലാം നമ്മൾ വാങ്ങിച്ച സ്ഥാനങ്ങളെല്ലാം പാക്കേജ് അറേഞ്ച് ചെയ്ത് വെക്കേണ്ട ഡ്യൂട്ടീസ് ആ ടീച്ചേഴ്സിൻ്റെതാണ്. പിന്നെ ഇത് മാത്രമല്ല, ഇതിന്റെ എല്ലാ തരത്തിലുള്ള വാങ്ങിച്ച സാധനങ്ങളെല്ലാം വൗച്ചേഴ്സും അതൊക്കെ പ്രിൻസിപ്പൽ ഹാൻഡ് ഓവർ ചെയ്യേണ്ട ഡ്യൂട്ടി മാർക്കാണ് ടീച്ചേഴ്സിന്റെ ഡ്യൂട്ടിയാണ്. അപ്പോ ഒരു ജോലിയും ചെറുതല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? സ്കൂളിൽ ചെയ്യേണ്ട, നമ്മൾ പഠിപ്പിക്കുന്നത് മാത്രമല്ല, ഇത്തരം കാര്യങ്ങൾ കൂടി നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, യെസ്. അപ്പോൾ ഡ്രിങ്ക്സ് ആൻഡ് ഇഡിബിൾ അറേഞ്ച്മെന്റ്സ് എന്ന് പറയുന്നത് അതാണ്.
ദെൻ അത് മാത്രമല്ല, ഒരുപാട് ഗസ്റ്റുകൾ ഉണ്ടെങ്കിൽ അവരെയൊക്കെ ട്രീറ്റ് ചെയ്തതിനു ശേഷം അവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ പിന്നെ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ചിലപ്പോൾ ആനുവൽ ഡേയിലൊക്കെ ആയിരിക്കും ഒരുപാട് ഗസ്റ്റുകൾ അല്ലെങ്കിൽ പഴയ ടീച്ചേഴ്സ് ഒക്കെ വരുന്നത്. അവർക്ക് എല്ലാവർക്കും എന്ത് കൊടുക്കണം, ഭക്ഷണം കൊടുക്കേണ്ട സിറ്റുവേഷൻസ്. നമുക്കത് കുറച്ച് ശരിക്കും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഓരോരുത്തരെ കൃത്യമായിട്ട് അതിനകത്തേക്ക് കയറ്റണം. അവർക്ക് ആദ്യം കൊടുത്തതിന് ശേഷം അവരെ മാറ്റിയതിനു ശേഷം അടുത്ത ആൾക്കാരെ കയറ്റണം. ഇതിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കണം. ഇനി ഏറ്റവും അടുത്തൊരു ഡിഫിക്കൽട്ട് പ്രോസസ് ആണ് പീസ് കീപ്പിംഗ് എന്ന് പറയുന്നത്, അല്ലെ? സമാധാനം ഉണ്ടാക്കുക, സമാധാനം കീപ്പ് ചെയ്യാന്ന് പറയുന്നത് നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്, അല്ലെ? എന്താണ് പീസ് കീപ്പിംഗ് എന്ന് പറയുന്നത്? നമ്മൾ ഏതെങ്കിലും ഒരു ഫംഗ്ഷനില് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ കുട്ടികൾ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ടോ? ഏതെങ്കിലും ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് ഒരു ഫംഗ്ഷൻ ബഹളം ഉണ്ടാക്കുന്നുണ്ടോ നിങ്ങളാ? In many schools, when meeting is started, the teacher align in a rows and sit together, which is wrong thing. ഇവിടെ പറയുന്നത് നമ്മളൊരു പ്രോഗ്രാം നടക്കുന്ന സമയത്ത് എല്ലാ ടീച്ചേഴ്സും മുൻനിരയിൽ പോയിരുന്ന പ്രോഗ്രാം കണ്ടിട്ട് കാര്യമുണ്ടോ? പ്രോഗ്രാം നടക്കുകയാണ്, നമ്മുടെ എല്ലാ ടീച്ചർമാരും കൂടി ഫ്രണ്ടിലെ സീറ്റിൽ ഇരുന്ന് പ്രോഗ്രാം കാണാൻ ഇരിക്കുകയാണ്. ബാക്കിൽ എന്ത് വേണമെങ്കിലും നടന്നോട്ടെ. അതൊരു റോങ് തിങ് ആണ്. ഒരിക്കലും നമ്മൾ അങ്ങനെ അധ്യാപകർക്ക് ചെയ്യരുത്. കാരണം എന്താണ്? Those who are not having the framework of inviting the VIP stage arrangements and any other dispersed work direct that they are given peacekeeping duty. ഇപ്പൊ എല്ലാ ടീച്ചേഴ്സിനും എല്ലാ ഡ്യൂട്ടിയും കൊടുക്കാൻ പറ്റുന്നില്ല. ഈ കുറച്ച് ടീച്ചേഴ്സ് മാറി നിൽക്കുന്ന അത്തരം ടീച്ചേഴ്സിന് എന്താണ് നമ്മള് കുട്ടികളെയൊക്കെ നല്ല കൃത്യമായിട്ട് ഡിസിപ്ലിൻ ആയിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അത് അറേഞ്ച് ചെയ്യാം. അപ്പൊ സ്റ്റേജിന് പുറത്തായിട്ട് ഓരോ റോസും കോളേജിലായിരിക്കും കുട്ടികൾ ഇരിക്കുന്നത്. ഓരോ റോസും കോളേജിന്റെ ടീച്ചേഴ്സ് ഒരു വോളണ്ടിയേഴ്സ് നിൽക്കുന്നത് പോലെ എന്താണ് കുട്ടികളെ കൃത്യമായിട്ട് അടക്കിയിരിക്കുന്നതിന് വേണ്ടി ടീച്ചേഴ്സ് അവിടെ നിൽക്കേണ്ട സിറ്റുവേഷൻസ് വരാറുണ്ട്. ഓക്കെ, അങ്ങനെ നിൽക്കണം. അല്ലെങ്കിൽ എന്താണ് ആ ഒരു പ്രോഗ്രാമിന് കുട്ടികൾ വളരെയധികം ബഹളം വെച്ച് ആ പ്രോഗ്രാംസ് നല്ല രീതിയിൽ നമുക്ക് നടത്താനായിട്ട് സാധിക്കില്ല. They should not stand on the both side of the meeting hall with a gap with each other, but also the center and few and gate. കുറച്ചു പേരെന്താണ് ഓരോരുത്തരെ ഓരോ ഏരിയാസ് കൊടുക്കും. രണ്ട് മൂന്ന് ടീച്ചേഴ്സ്, അതായത് എല്ലാവരും അറിയുന്ന രീതിയിലല്ല നിൽക്കേണ്ടത്. ഓരോ പ്ലേസിലായിട്ടായിരിക്കും ടീച്ചേഴ്സ് നിൽക്കേണ്ടത്. കുറച്ചുപേര് എവിടെ നിൽക്കണം? ഗേറ്റിൽ നിൽക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ട്, അല്ലെ? കുറച്ച് ടീച്ചേഴ്സ് ഹാളിനകത്ത് മാത്രമല്ല, പ്രോഗ്രാം നടക്കുന്നതിന്റെ അകത്ത് മാത്രമല്ല, ഗേറ്റ് ഡ്യൂട്ടിയിൽ വരുന്ന കുറച്ച് ടീച്ചേഴ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അവിടെയൊക്കെ നമ്മൾ നിന്ന് കൺട്രോൾ ചെയ്താൽ മാത്രമേ ആ പ്രോഗ്രാം നമുക്ക് വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, ഇതാണ് എന്താ പീസ് കീപ്പിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് എന്താണ്? Gate duty. It is the police statement that the entry classroom, urinals, toilets, and other big sports, the chance for the crime and to play take places. നമുക്കറിയാം, ഒരു പ്രോഗ്രാം നടക്കുന്ന സമയത്താണ് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്, അല്ലെ? പല സ്കൂളുകളിലും പല പ്രശ്നങ്ങൾ ഉണ്ടാവും. കാരണം ഏതെങ്കിലും പ്രോഗ്രാം നടക്കുന്ന സമയത്തായിരിക്കും, അല്ലെ? നമ്മൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ പ്രത്യേകിച്ച് യൂറിനൽസ്, ക്ലാസ് റൂംസ്, ടോയ്ലറ്റ്സ്, അതർ വീക്ക് സ്പോർട്സിലൊക്കെ കുട്ടികള് അവർക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ചില സ്പേസസ് അവർ തന്നെ കണ്ടെത്തിയിട്ടുണ്ടാവും. പ്രത്യേകിച്ച് ഇതേപോലെ യൂറിനൽസ്, ടോയ്ലറ്റ്സ്, വീക്ക് സ്പോർട്സുകളൊക്കെ ഉണ്ടാവും. അവിടെയൊക്കെ ഇപ്പൊ എന്തെങ്കിലും തരത്തിലുള്ള ക്രൈംസിൽ അറ്റൻഡ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ പ്രത്യേകിച്ച് അവിടെ ആ അത്തരം പ്രദേശങ്ങളൊക്കെ ആരുണ്ടായത്? ടീച്ചേഴ്സിന് ഡ്യൂട്ടിയിൽ ഉണ്ടാവും, അല്ലെ? ഏതെങ്കിലും ടീച്ചേഴ്സ് ഒക്കെ യൂറിനൽസിൽ ഉണ്ടായിരിക്കും, ക്ലാസ് റൂമിൽ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ കുട്ടികൾ എത്തിപ്പെടാൻ പറ്റുന്ന ചില സ്പോർട്സുകൾ അവിടെയൊക്കെ എന്താണ് ടീച്ചേഴ്സിനെ കൃത്യമായിട്ട് അവിടെ ഡ്യൂട്ടി കിട്ടിയിട്ടുണ്ടാവും. എന്തെങ്കിലും തരത്തിലെ ക്രൈമുകൾ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്. സോ 3 or 4 of the teachers are allotted the gate attending the work. 1-3 ടീച്ചർ എന്തായിരിക്കും? ഗേറ്റ് ഡ്യൂട്ടീസിലായിരിക്കുള്ളൂ അവരെ അലോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. They should go round the school including urinals and lavatories. lavatories എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശൗചാലയങ്ങളാണ് കേട്ടോ. ശൗചാലയങ്ങളാണ് ലാബോറട്ടറീസ് എന്ന് പറയുന്നത് കേട്ടോ. അല്ലെങ്കിൽ ശുചിമുറികൾ തന്നെയാണ് കേട്ടോ. യൂറിനൽസ് ആൻഡ് ലാബോറട്ടറീസ് എന്ന് പറയുന്നത് ശുചിമുറികളാണ്. ഗേറ്റിൽ കൊടുക്കുന്ന ടീച്ചർ ആണെങ്കിലും അല്ലെങ്കിൽ ഓരോ പ്ലേസസിൽ ടീച്ചേഴ്സിന് അവൈലബിൾ ആക്കിയിട്ടിരിക്കും. എല്ലാവരും എന്ത് ചെയ്തിരിക്കണം? കൃത്യമായിട്ടൊന്ന് റൗണ്ട് ചെയ്യാം. സ്കൂളിന് ചുറ്റും എന്താണ് ആരൊക്കെ എങ്ങാണ്ട് ഉണ്ടെന്നുള്ളത്, എവിടെയൊക്കെ കുട്ടികൾ പോകുന്നുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് ചെക്ക് ചെയ്തിരിക്കണം. ഓക്കെ, then check the student once in a half an hour. 1 or 2 should ever be at the gate. ഇനി നമ്മള് കംപ്ലീറ്റ് ചെക്കിങ് ചെയ്യുന്ന സമയത്ത് കുട്ടികൾ നമ്മൾ ചിലപ്പോൾ കാണുന്ന ഡെസ്കിന്റെ ഇടയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കർട്ടൻസിന്റെ മറയിലൊക്കെ പോയിരിക്കുന്നതാണ്. പക്ഷെ എന്താണ് നമ്മൾ നന്നായിട്ട് ചെക്ക് ചെയ്താൽ മാത്രമേ കുട്ടികൾ എവിടെയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ,
യെസ്, ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒരു കുട്ടി നമ്മള് ടോയ്ലറ്റിന്റെ ഒരു ഭാഗം ഇങ്ങനെ ക്ലോസ് ചെയ്തിടും. ആ ക്ലോസ് ചെയ്തിരിക്കുന്ന ഭാഗത്ത് നമ്മൾ പെട്ടെന്ന് ഒരാൾക്ക് കയറാൻ പറ്റില്ല, പക്ഷെ അവന് കയറാൻ പറ്റില്ല. അവൻ ചെറിയ കുട്ടിയാണ്, മെലിഞ്ഞിട്ടാ, അതിന്റെ ഇടയിൽ കയറിയിരിക്കുന്നു. ഞാനിങ്ങനെ പോകുന്ന സമയത്ത് ഷർട്ടിന്റെ ചെറിയൊരു ഭാഗം കണ്ടപ്പോഴാണ് കണ്ടുപിടിച്ചത്. ഇതുപോലെ ആനുവൽ ഡേ നടന്ന സമയത്ത് ഇതാ. അപ്പൊ എപ്പോഴത്തെ വേണമെങ്കിൽ കുരങ്ങന്മാരെ പോലെ തന്നെ എപ്പോഴത്തെ വേണമെങ്കിൽ അത് കയറിയിരിക്കാം, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ വളരെ സൂക്ഷിച്ചിട്ട് വേണം നമ്മള് ഇത്തരത്തിലൊരു ഗേറ്റ് ഡ്യൂട്ടിയിൽ കിട്ടിയ സമയത്ത് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, യെസ്. ഒരു പ്രോഗ്രാംസോ മീറ്റിംഗ്സോ അറേഞ്ച് ചെയ്യേണ്ടി വരുന്നാല് നമ്മൾ പ്രത്യേകമായിട്ട് ടീച്ചേഴ്സിന് വീതിച്ചു വരുന്ന കുറച്ച് ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? അറേഞ്ചിങ് സ്പീച്ചിന്റെ ഡ്യൂട്ടീസ് കിട്ടിയ ഇൻവിറ്റേഷൻ സബ്മിറ്റ് ചെയ്തോ, സ്റ്റേജ് അറേഞ്ച്മെന്റ് ചെയ്യാനുണ്ടായിരിക്കും, ഡ്രിങ്ക്സ് ആൻഡ് എഡിബിൾ അറേഞ്ച്മെന്റ് ചെയ്യാനുണ്ടാവും, പീസ് കീപ്പിംഗ് ഉണ്ടായിരിക്കും, ഗേറ്റ് ഡ്യൂട്ടി ഉണ്ടായിരിക്കും. ഇതല്ലാതെ ഇതിൽ കൂടുതൽ ഡ്യൂട്ടീസ് നിങ്ങൾക്ക് വരാനുണ്ട്. ഓക്കെ, എന്ത് ജോലി തന്നാലും ആത്മാർത്ഥമായിട്ട് നല്ല രീതിയിൽ അത് ചെയ്തു തീർക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം, അല്ലെ? നമ്മളൊരു അധ്യാപികയാണ്, നമ്മുടെ പഠിപ്പിക്കുന്നതിൽ കൂടുതൽ മറ്റു ഡ്യൂട്ടീസും കൂടി നമ്മൾ ചെയ്യേണ്ടതെന്നൊരു അവബോധം നമുക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ ഇത്രയും ടീച്ചേഴ്സിന്റെ ഒരു കോപ്പറേഷൻ കൊണ്ടാണ് അവിടെ ഒരു സ്കൂളിൽ ആ ഒരു പ്രോഗ്രാം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത്. അതെ, ഒരു ടീച്ചർ മാത്രം വിചാരിച്ചിട്ടല്ല, എത്രയോ ടീച്ചേഴ്സിന് ഇത്തരം ജോലികൾ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടാണ് സ്കൂളിലെ പ്രോഗ്രാംസ് നടക്കുന്നത്. മനസ്സിലായോ? യെസ്, ഓക്കെ. അപ്പൊ നമ്മുടെ 3rd ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലാനിങ് എന്ന ചാപ്റ്റർ കഴിഞ്ഞു. സൂപ്പർവിഷന്റെ കുറച്ച് ബാക്കി എടുക്കാനില്ല, ഒരു ബാലൻസ്. അതെ മാം, ഉണ്ട്. ഉണ്ട് മാം. ഡെവലപ്മെന്റ് പ്രൊഫൈല് അപർണ മിസ് എടുക്കും കേട്ടോ. 5ാമത്തെ ചാപ്റ്റർ അപർണ എടുക്കും. ഈ ചാപ്റ്റർ അപർണ മിസ് എടുത്തോളൂ കേട്ടോ. ടീച്ചർ കയറുമ്പോ ഒന്ന് ഓർമ്മിപ്പിച്ചേക്കണേ. അപർണ കയറുന്ന സമയത്ത് ഒന്ന് പറഞ്ഞേക്കണം. ഏത് ചാപ്റ്റർ എടുത്തുകൊണ്ടിരിക്കുന്നത് തീർത്തതിന് ശേഷം ഒരിക്കലും എടുക്കുന്നത്. കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിരുന്നു. സിമ്പിൾ ആണ്, നല്ലൊരു ചാപ്റ്റർ ആണ്, വളരെ സിമ്പിൾ ആണ്. നിങ്ങളെ നോട്ട് കിട്ടിയായിരുന്നോ? മോക്ക് ടെസ്റ്റ് കിട്ടിയായിരുന്നോ? ഏതിന്റേക്ക് കിട്ടാത്തത്? സ്ട്രക്ചർ ഓഫ് ദ ക്ലാസ് റൂം കിട്ടിയോ? ഇന്നൊന്ന് ചെക്ക് ചെയ്തതിനു ശേഷം ഫ്രൈഡേ ടീച്ചർ കയറുന്ന സമയത്ത് ഒന്ന് പറയാം കേട്ടോ, ഏതൊക്കെയാണ് കിട്ടാത്തതെന്നുള്ളതാണ്. ഇന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക ഏതൊക്കെ പോയിന്റ് വന്നിട്ടില്ല എന്ന്. എനിക്ക് തോന്നുന്നു സ്ട്രക്ചർ ഓഫ് ദ ഫസ്റ്റ് ചാപ്റ്റർ കിട്ടിയിട്ടുണ്ടാവും. ഫസ്റ്റ്, സെക്കൻഡ് കിട്ടിയിട്ടുണ്ടാവും. ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലാനിങ്ങിന്റെ നോട്ട് എന്ത് കിട്ടും? സ്ട്രക്ചർ ഓഫ് ദ ക്ലാസ് റൂം യൂണിറ്റ് 7 കിട്ടിയോ? യൂണിറ്റ് 7 കിട്ടിയിട്ടുണ്ട് മാം. കിട്ടിയിന് മാം. കിട്ടി. ഓക്കെ, യൂണിറ്റ് 8 കിട്ടിയിട്ടുണ്ട്. ഗുഡ് മാനേഴ്സ്. എന്തോ ഗുഡ് മാനേഴ്സും വന്നിട്ടുണ്ട്. ഗുഡ് മാനേഴ്സ് വന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ സ്ട്രക്ചർ ഓഫ് ദി ക്ലാസ് റൂം വന്നിട്ടുണ്ട്. ഇനി ഇൻസ്റ്റിറ്റ്യൂഷൻ പ്ലാനിങ് മാത്രം കിട്ടാനുള്ളോ? ഇൻസ്റ്റിറ്റ്യൂഷനോ സൂപ്പർവിഷനോ മാൻ ആൻഡ് എൻവയോൺമെന്റ്, അല്ലെ? മാൻ ആൻഡ് എൻവയോൺമെന്റ് നിങ്ങൾക്ക് സെമിനാർ ആണ് കേട്ടോ. അപ്പൊ ഈ ഫ്രൈഡേ ആദ്യം തന്ന 2-3 ടോപ്പിക്സ് വരെ പഠിച്ചിട്ട് വരാം. കാരണം സൂപ്പർവിഷൻ കുറച്ചുള്ളത് ഞാൻ പെട്ടെന്ന് എടുത്ത് തീർക്കും. അതിപ്പോ എടുക്കാനേ ഉള്ളൂ മാം. ഇപ്പൊ എടുത്താലും തീരും, കുറച്ച് പോർഷനേ ഉള്ളൂ. എന്തോ? ഇന്ന് എടുത്താലും തീരും, കുറച്ചേ ഉള്ളൂ. സൂപ്പർവിഷൻ അതെ, ആ ലെസന്റെ ഒരു ചെറിയ പോർഷൻ മാത്രമേ ഉള്ളൂ എടുക്കാൻ. ഇല്ല, ഇന്നിപ്പോ എടുക്കുന്നില്ലോ. ഓക്കെ മാം. പ്രിൻസിപ്പൾ ഓഫ് സൂപ്പർവിഷൻ എടുത്തുല്ലോ നമ്മള്. അല്ല, സൂപ്പർവിഷന്റെ ഫങ്ഷൻസ് തുടങ്ങി എടുക്കാനുണ്ട്. ഇത്രയും പോയിന്റ്സ് ഉണ്ട്. സൂപ്പർവൈസറി ഫങ്ഷൻ ഉണ്ട്. ഇവിടെ പ്രിൻസിപ്പിൾസ് ഓഫ് റിപ്പോർട്ടിംഗ് നടക്കണം കേട്ടോ. നിങ്ങള് പ്രിൻസിപ്പിൾസ് ഓഫ് റിപ്പോർട്ടിംഗ് നടക്കണം. പ്രിൻസിപ്പിൾസിന് മാത്രമേ ഉള്ളൂ അവിടെ. കണ്ടോ? ഓക്കെ, അത് കുറച്ച് പറയാനുള്ള ചോദ്യം, അതുകൊണ്ടാണ് കേട്ടോ. ഫ്രൈഡേ അത് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം നിങ്ങൾ സെമിനാർ എടുത്താൽ മതി.
സെമിനാറിന് റെഡി ആണോ? ഫ്രൈഡേ എടുക്കാൻ Yes, ma'am. റെഡിയല്ലേ? കുറച്ച് പേർക്ക് തന്നിട്ടുണ്ടായിരുന്നു. റെഡിയാണ് മാം. അപ്പോഴും 2 പേർക്ക് എടുക്കാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. കാരണം ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മാൻ ആൻഡ് എൻവയോൺമെന്റ് ഇൻട്രൊഡക്ഷൻ പറയട്ടെ. കുഴപ്പമില്ല, ഇനി എടുക്കാം. കാരണം ഇനി പോർഷൻസ് പെട്ടെന്ന് തീർക്കാം. ഇവിടെ വന്നിട്ട് വൈകി അറ്റൻഡ് ചെയ്തവരായിരിക്കാണ്. കുറച്ച് പേര് ചെയ്തിരുന്നോ? ഞാൻ ചെയ്തു മാം. അതെ മാം, ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി എത്ര പേര് ചെയ്യാനുണ്ട്? അന്ന് പ്രാക്ടിക്കൽ ക്ലാസ്സിൽ വന്നവര് ഒരാളല്ലാത്ത എല്ലാവരും ചെയ്തു മാം. ബാക്കിയുള്ള കുട്ടികൾ എല്ലാവരും ഇന്റേൺഷിപ്പിന് പോയേക്കാണോ? പോയായിരുന്നു മാം. ഞാനും ഇന്റേൺഷിപ്പിന് പോയായിരുന്നു മാം. കഴിഞ്ഞു. പോയി. എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. വരാൻ നേരം എല്ലാ കുട്ടികൾക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഇതായിരുന്നു. പോന്നപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര വിഷമമായിരുന്നു. ഒത്തിരി കാര്യങ്ങൾ അറിയാൻ പറ്റി. നമ്മുടെ ടെക്സ്റ്റിലേക്കാളും കൂടുതൽ ടീച്ചിങ് പ്രാക്ടീസിന് പോയപ്പോൾ തന്നെ ഒത്തിരി ഒരു എക്സ്പീരിയൻസ് നമുക്ക് നല്ലൊരു ഇതായി. മാം, ഞാൻ പറയുമല്ലോ 6 മാസം വർക്ക് ചെയ്തു എന്നൊക്കെ പറയും. പക്ഷെ ഇപ്പൊ 6 മുമ്പായിരുന്നു. പക്ഷെ ഈ ക്ലാസ് കഴിഞ്ഞ ശേഷം അപ്പൊ പോയതിൽ നിന്നും ഇത് വളരെ വ്യത്യാസമാണ്. കുറച്ചൊക്കെ അറിഞ്ഞു പോകുമ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് പറ്റി. പിന്നെ കുട്ടികളായിട്ട് നന്നായിട്ട് മിംഗ്ലാവാൻ പറ്റി. പിന്നെ അവര് ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരുന്നു. പിന്നെ തിരിച്ചു വരുമ്പോൾ HM തന്നെ പറഞ്ഞു, തന്നെ നിന്നോളൂ കുറച്ച് ദിവസം കൂടി എന്ന് എന്നോട് പറഞ്ഞു. കുറച്ച് ദിവസം നല്ല ഈ വർഷം നിന്നോളൂ കിൻഡർ ഗാർഡൻ എടുക്കാൻ വേണ്ടി. ഞാൻ പറഞ്ഞു ഞാനിത് ചെയ്തോണ്ടിരിക്കുക മാം, അതും മുഴുവനാവില്ല അവർക്ക് ഇതായതാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മാം, ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പനിയായിട്ട് ലീവാണ്. എന്തോ? ഞാൻ ഇന്റേൺഷിപ്പിന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ പനിയായിട്ട് ലീവാണ്. അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു മക്കളുടെ ഇടയിൽ. ശരി. ഇനി പോവാത്തവരുണ്ടോ ആരെങ്കിലും? ഞാനൊന്നും പോയിട്ടില്ല. എടുത്തോ, എനിക്ക് പോകാനും പറ്റൂല. ഞാനും ഇന്റേൺഷിപ്പിലാണ് മാം. ഇപ്പൊ ക്ലാസ്സിലാണ്. പോകാത്തത് ഇപ്പൊ നമുക്ക് കോഴ്സ് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി വരുന്നത് ചിലപ്പോ. അങ്ങനെയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോഴാണെങ്കിലും പോയാൽ മതി. നിങ്ങൾക്ക് ഇനി കിട്ടുന്നില്ല എന്നാണെങ്കിൽ മാക്സിമം സ്കൂളുകളിൽ നിങ്ങളൊന്ന് പോയി അന്വേഷിക്കുക. ഓക്കെ. ഇനിയിപ്പോ ഞങ്ങൾക്ക് ചെറിയ മോളായ കാരണം പോകാൻ പറ്റൂല. മാം, യൂണിറ്റ് 10 ആർക്കല്ലേനും കൊടുത്തത്? ആർക്കല്ലേനും സെമിനാർ എടുക്കാൻ കൊടുത്ത? സെമിനാർ എടുക്കാൻ ടോപ്പിക്കുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ആർക്കാ കൊടുത്തതെന്ന്? ഡെയ്സിൻ, ഇവ, ജോളി, രമ്യ, ഉമ, ഇവർക്കൊക്കെ, തസ്നി, ഇവർക്കൊക്കെ കൊടുത്തിരിക്കണം മാം. ജോളി വർഗീസ് ഉണ്ടായിരുന്നല്ലോ. ഉണ്ട് മാം, ജോളി ചേച്ചി ഉണ്ട്. ലാസ്റ്റത്തെ ഭാഗം ആർക്കും തന്നില്ലല്ലോ. ഞാൻ ലാസ്റ്റത്തെ ഭാഗം തന്നോ? കുറച്ച് തസ്നിക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കി ടീച്ചർ പറയാ പറഞ്ഞു. അതായത് 6 പോയിന്റ്സ് പറയാ, ബാക്കി റിസോഴ്സ് ഡിഫ്ലക്ഷൻ മാം പറയാ പറഞ്ഞു. എന്തോ? എനിക്ക് തന്നിരിക്കുന്നത് ലാൻഡ് പൊല്യൂഷൻ അല്ലേ മാം തന്നിരിക്കുന്നേ? അതെ അതെ, നോട്ട് ചെയ്തിട്ടില്ലേ നിങ്ങൾ പറഞ്ഞത്? ലാൻഡ് പൊല്യൂഷൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 2-3 പേര് ഫ്രൈഡേയിലേക്ക് പ്രിപ്പയർഡ് ആയിക്കോളും. ഞാൻ പ്രിപ്പയർഡ് ആണ്. ഓക്കെ. ഞാനും പ്രിപ്പയർഡ് ആണ്. ഓക്കെ. ഞങ്ങളുടെ ഓണാഘോഷ പരിപാടിയൊക്കെ കണ്ടോ മാം? എന്തോ? ഞങ്ങളുടെ ഓണാഘോഷ പരിപാടിയൊക്കെ കണ്ടോ? കണ്ടിരുന്നു. നല്ലായിരുന്നു കേട്ടോ. മാമിനെ മിസ് ചെയ്തു ഞങ്ങൾ. മാം ആയിരുന്നല്ലോ ഇത് തുടങ്ങി വെച്ചത് മാം ആയിരുന്നല്ലോ.
തുടങ്ങിയ മറ്റേ ഫസ്റ്റ് വന്നൊരു മാമും ചെയ്തിരുന്നു. ഫസ്റ്റ് വന്നിട്ട് ആ മാമും ചെയ്തിരുന്നു. അതിനുശേഷം മറ്റേ റംസാനൊക്കെ മാം നന്നായി ചെയ്തതായിരുന്നു. ഇതും കണ്ടോന്ന് വിചാരിക്കണം. കണ്ടിട്ടുണ്ടായിരുന്നു, നന്നായിരുന്നു. അപ്പൊ എനിക്ക് MT40-ലും MT50, MT9-ലും പരിപാടികൾ ഉണ്ടായിരുന്നു. അത് എനിക്ക് നമുക്ക് ക്ലാസ് വരുന്ന ദിവസം നമുക്ക് പ്രോഗ്രാം വെക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പിന്നെ കേറാതിരുന്നത്. പിന്നെ അപർണയല്ലേ അറ്റൻഡ് ചെയ്തത് പ്രോഗ്രാം? അതെ മാം, അതെ മാം. അന്ന് അപർണ മാം പറഞ്ഞു മാം ഇതുവരെ നിങ്ങളുടെ പ്രോഗ്രാം കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഇല്ല, ഞാൻ കണ്ടോ, ഇനി സാറ് ഗ്രൂപ്പിലിട്ടിരുന്നപ്പോ കണ്ടോ കേട്ടോ, നന്നായിരുന്നു. അതല്ല മാം, അപർണ മാമേ പറഞ്ഞതാ. ആ റെക്കോർഡ്സ് ഒക്കെ കംപ്ലീറ്റഡ് ആയിക്കൊണ്ടിരിക്കുന്നോ? കംപ്ലീറ്റ് ആണ് മാം. കാണിച്ചു, സൈൻ വാങ്ങി, സീൽ വന്നു. എനിക്കെല്ലാം പെൻഡിങ്ങിലാണ്. അപ്പൊ സമയം കിട്ടുന്നതനുസരിച്ച് എല്ലാവരും ചെയ്യാം. ഇനി നമുക്ക് എനിക്കിനി എടുക്കാനുള്ള ചാപ്റ്റർ എന്ന് പറയാൻ പാർട്ട് 3-ല് ടെൻഡൻസീസ് ഓഫ് മാൻ എന്നുള്ള ചാപ്റ്റർ ആണ്. അത് മാത്രമേ എനിക്കുള്ളൂ. ജിഷ മിസ്സിന് അധികം കൊടുക്കാനുണ്ടോ? ടെൻഡൻസീസ് ഓഫ് മാൻ ആരെങ്കിലും എടുത്തോ? ഇല്ല, എടുത്തിട്ടില്ല. എടുത്തിട്ടില്ല. അതൊരു ഞാൻ പറഞ്ഞിരുന്നല്ലേ, കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ചാപ്റ്റർ ആണത്. ഞാൻ സ്പൂൺ ഫീഡ് ആക്കിയിട്ടുണ്ട്, അത് അങ്ങനെ തന്നെ പറഞ്ഞു തരുള്ളൂ കേട്ടോ. ഒന്ന് ടെക്സ്റ്റ് നോക്കി വായിച്ചു വെക്കാൻ മനസ്സിലാവും. കുറച്ച് ബുദ്ധിമുട്ടാണ്. നിങ്ങൾ വെറുതെ കയ്യിൽ ടെക്സ്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് നോക്കി നോക്കൂ. ഇത്രയുള്ളൂ. നമുക്ക് നമ്മുടെ മോണ്ടിസോറിയുടെ ഒരു സെർച്ചിന്റെ ഭാഗമായിട്ട് മോണ്ടിസോറി കുട്ടികൾക്ക് 14 പ്രവണതകൾ ഉണ്ടെന്ന് കണ്ടെത്തി. 14 പ്രവണതകൾ ഏതൊക്കെയാണ്? അതാണ് ടെൻഡൻസീസ് എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ എല്ലാ മനുഷ്യരിലും ഉണ്ട് അത്. അപ്പൊ ആ എല്ലാ ടെൻഡൻസീസും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ടെക്സ്റ്റിൽ ഒരുപാട് എക്സ്പ്ലനേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഒരു ടെൻഡൻസി ഞാൻ പറയാം, ക്രിയേറ്റിവിറ്റി. നമ്മുടെ ഒരു ടെൻഡൻസിയാണ് അല്ലെ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്, ക്രിയാത്മകത. ഓക്കെ, അത് ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത് ഒരുപാട് എക്സ്പ്ലനേഷൻസ് ആണ്. നിങ്ങളത് വായിച്ചു നോക്കുമ്പോൾ അറിയാൻ പറ്റും. കുറെ കൊടുത്തിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങളും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ ടെക്സ്റ്റ് വായിച്ചു. അപ്പോ എന്താണ് ക്രിയേറ്റിവിറ്റി എന്ന് നിങ്ങൾക്ക് പഠിച്ചാൽ പോരെ? അതല്ലേ നല്ലത്? അല്ലെങ്കിൽ അതിന്റെ ഉദാഹരണങ്ങളും എക്സ്പ്ലനേഷൻസും ഒക്കെ വന്ന് ഭയങ്കര ബുദ്ധിമുട്ടാവുന്നത്. അത് വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ ഓരോന്നും എന്താണ് ക്രിയേറ്റിവിറ്റി, എന്താണ് കമ്മ്യൂണിക്കേഷൻ, എന്താണ് റിപ്പീറ്റേഷൻ, അങ്ങനെ 14 ടെൻഡൻസീസ് അങ്ങനെ ചെറുതാക്കിയിട്ടുണ്ട്. അതേ പഠിപ്പിക്കുള്ളൂ കേട്ടോ. ഓക്കെ, അത് മതിയെന്ന് തോന്നുന്നു. നിങ്ങൾ വെറുതെ കൺഫ്യൂസ്ഡ് ആയിട്ട് പഠിച്ചിട്ട് കാര്യമില്ല. ക്ലാസ്സുകൾ വെറുതെ പോകും. അതിന് തന്നെ ഒരു 5-6 ക്ലാസ് വേണം. ഇത് 2-3 ക്ലാസ്സിൽ തന്നെ നമുക്കത് പഠിപ്പിച്ച് കഴിയാൻ പറ്റും. നിങ്ങൾക്ക് ആ ചാപ്റ്റർ തന്നെ ഒരു വലിയൊരു പേടിയായിരിക്കും, എങ്ങനെ ക്വസ്റ്റ്യൻ വരും എന്നുള്ളത്. നമ്മൾ ഡിഫൻസ് മെക്കാനിസം പഠിച്ച പോലെ തന്നെ അത് പിന്നെ സിമ്പിൾ ആണ്. ഡിഫൻസ് മെക്കാനിസം ഏതാണെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. സമയം ഉണ്ടെങ്കിൽ ആ ഡിഫൻസ് മെക്കാനിസം ചാപ്റ്റർ ഒന്നുകൂടി ഒന്ന് ഷോർട്ടാക്കി പറഞ്ഞുതരും. ആ സമയത്ത് ഇന്റേൺഷിപ്പിനൊക്കെ പോയ സമയമായിരുന്നേ. അപ്പോ മനസ്സിലാവുന്നുണ്ട്. അതെ, എക്സാമിന് തൊട്ട് മുൻപായിട്ട് എല്ലാ ചാപ്റ്റേഴ്സും നമ്മളൊന്ന് പറയാൻ വേണ്ടി ഒരു ദിവസം കയറുന്നുണ്ട് കേട്ടോ. അപ്പൊ റിവിഷൻ ആക്കി തന്നാ മതി. ഡിഫൻസ് മെക്കാനിസം ഒരു റിവിഷൻ ആയിട്ട് തന്നാ മതി. പറയാം. നോക്കാം. നിങ്ങൾക്ക് ഇപ്പോഴും ആ ചാപ്റ്റർ മനസ്സിലായിട്ടില്ലേ? ആ ചാപ്റ്റർ പഠിക്കുമ്പോ ഇപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അറ്റൻഡ് ചെയ്തപ്പോ അത് ഓരോ മെക്കാനിസം എന്താണെന്ന് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാത്തതുകൊണ്ടാണ് മനസ്സിലാവാത്തത്. ആക്ച്വലി മാം എടുക്കത്തപ്പോ നല്ല വൃത്തിയായിട്ടുണ്ട് ആ ക്ലാസ്. അതൊക്കെ മനസ്സിലാവുന്നുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് വരുമ്പോ അപ്പൊ ക്വസ്റ്റ്യൻ വരുമ്പോ അങ്ങനെ വെച്ചു. നിങ്ങൾക്ക് അതിന് ഞാൻ ക്വസ്റ്റ്യൻ ഇടുന്നത് മിക്കതും പ്രൊജക്ഷൻ വെച്ചിടുള്ളൂ. അങ്ങനെ ഇട്ടിട്ടുള്ളൂ. കാരണം പ്രൊജക്ഷനെ പെട്ടെന്ന് നിങ്ങൾ കണ്ടെത്തുള്ളൂ. ബാക്കിയുള്ളത് എങ്ങനെ എക്സ്പ്ലെയിൻ, ഇപ്പൊ പറഞ്ഞില്ല അതിന്റെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ലേ നിങ്ങൾ? ആ ക്വസ്റ്റ്യൻ അങ്ങനെ ഇടാൻ പറ്റുള്ളൂ. ഇന്ന കാരണത്താൽ അങ്ങനെ ചെയ്തു, അങ്ങനെ വന്നാൽ ഇങ്ങനെ, ഏത് ഡിഫൻസ് മെക്കാനിസം ആണ്, അങ്ങനെ എനിക്ക് ചോദ്യം ഇടാൻ പറ്റുള്ളൂ നമുക്ക് അല്ലെ? അപ്പൊ ഒരു കൺഫ്യൂഷൻ ആണ്. അപ്പൊ സൈക്കോളജിയിലെ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള മേഖലയാണ് ഡിഫൻസ് മെക്കാനിസം. ബുദ്ധിമുട്ട്. നിങ്ങൾ ഏറ്റവും വലിയ ടോപ്പിക്കാണ് പഠിച്ചത്. നിങ്ങൾ പഠിച്ചെടുത്തു. 12 ഡിഫൻസ് മെക്കാനിസം നിങ്ങൾ പഠിച്ചെടുത്ത ആൾക്കാരാണ് ഈ പറയണത്. ക്വസ്റ്റ്യൻ വരുമ്പോ മാത്രമല്ലേ പ്രശ്നം വരുള്ളൂ അല്ലെ? വലിയ കാര്യങ്ങൾ പഠിച്ചിരിക്കുന്നത് നമുക്ക് അറിയില്ല. അതിന് നമ്മൾ മുറ്റത്തെ വിളിക്ക് മണമില്ല എന്ന് പറയില്ലേ? ഞങ്ങൾ മനസ്സിലാക്കിയതൊക്കെ കുറവായിരിക്കും. മാം ക്ലാസ് എടുത്തൊക്കെ നന്നായിട്ടത്. ആ ക്ലാസ് ഒക്കെ ഓക്കെ. ക്വസ്റ്റ്യൻസ്
ഞങ്ങൾക്ക് എനിക്ക് വരുമ്പോ പ്രശ്നമാണ്. അത് പിള്ളേരെ സൈക്കോളജി പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഞങ്ങൾക്കും ഡിഫിക്കൽട്ട് ആണ് നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ ഇട്ട് തരാനായിട്ട് അല്ലെ. അപ്പൊ അതൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്ന് വെച്ചേക്ക്. എത്ര സിമ്പിൾ ആക്കിയത്, ഏറ്റവും സിമ്പിൾ ആക്കിയിട്ടുള്ളൂ. നിങ്ങളൊന്നും പേടിക്കണ്ട. അത്ര നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാവുന്ന രീതിയിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഉറപ്പായില്ല അതില്. അതൊരു പേടി സ്വപ്നമാണല്ലോ ഡിഫറൻസ് മേക്കാൻ. മിക്ക ക്ലാസ്സിലെ കുട്ടികളും പറയാറുണ്ട്. പക്ഷെ 9th 9ലെ കുട്ടികൾക്ക് അതൊരു വിഷയമേ ഇല്ല. അവരെന്തോ പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്ത്, ചിലവരെന്തോ അങ്ങനെയൊന്നും അറിയില്ല. പെട്ടെന്ന് മനസ്സിലായി അവർക്ക്. അതെ മാം, മാം എടുത്തപ്പോ സത്യം പറഞ്ഞാൽ മനസ്സിലായി. ക്വസ്റ്റ്യൻ വന്നപ്പോ മാത്രമേ ഉള്ളൂ. മാമിന്റെ ക്ലാസ് അത്ര രസമായിണ്ട് അതെടുത്തത്. എനിക്ക് ക്ലാസ് എടുക്കുന്നത് മനസ്സിലായില്ല. ക്വസ്റ്റ്യനിലാണ് ബുദ്ധിമുട്ടെന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായത്. അതിപ്പോ നിങ്ങളല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ക്വസ്റ്റ്യൻ ഇടുമ്പോഴും ഇതത് കണ്ടെത്തും, ഇത് കണ്ടെത്തും എന്നുള്ള പേടിയാണ്. കാരണം അതെങ്ങനെ ഇട്ടാലും നിങ്ങൾക്ക് അങ്ങനെ അധികം ചോദ്യം ചോദിക്കാൻ പറ്റുള്ളൂ അല്ലെ. വേറെ നമ്മള് ഓരോ ഒബ്ജക്റ്റീവ് ചോദിക്കുന്ന പോലെയല്ലേ ഇതിലൊരു സിറ്റുവേഷൻ കൊടുത്തിട്ട് ഇതേത് ഡിഫറൻസ് മെക്കാനിസം ആണെന്ന് നിങ്ങൾ കണ്ടെത്തണമെങ്കിൽ കുറച്ച് പാടുണ്ട് അല്ലെ. അത് കുഴപ്പമില്ല, പേടിക്കണ്ട. അതെല്ലാം ഏറ്റവും സിമ്പിൾ ആയിട്ട് ഇടുള്ളൂ. ഞാൻ ഉറപ്പ് തരാണ്. പറഞ്ഞുതരാം കേട്ടോ. എക്സാമിന് മുമ്പായിട്ട് ഓരോ ഡിഫറൻസ് മെക്കാനിസത്തിൽ കൂടി ഒന്നും കൂടി നമ്മള് സിമ്പിൾ ആയിട്ട് ഒന്നുകൂടി പറഞ്ഞുതരാം. ക്ലാസ് എടുത്ത സമയത്ത് ശരിക്കും സൈക്കോളജിയുടെ ഒരു ഇഷ്ടം തോന്നിയായിരുന്നു. ശരിക്കും മനസ്സിലായി എന്നാകത്തെ ആ ക്ലാസ് ഒക്കെ നന്നായിട്ട്. ഒന്നും കൂടി അത് നമുക്കൊന്ന് റിവൈസ് ചെയ്തിട്ട് ഇനിയിപ്പോ എല്ലാം ടെൻഡൻസീസ് ഓഫ് മാൻ കഴിയട്ടെ കേട്ടോ. അത് കഴിയുമ്പോ പിന്നെ നിങ്ങളൊരു പരിചയമാവും. പറ്റുന്നുണ്ടെങ്കിൽ ടെൻഡൻസീസ് ഓഫ് മാൻ എന്ന ചാപ്റ്റർ നിങ്ങളൊന്ന് പാർട്ട് 3 ഉണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കിയിട്ട് പോരും. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ഒക്കെ നമുക്ക് മനസ്സിലാവും. പിന്നീട് അങ്ങോട്ട് പോകുമ്പോ എന്താണെന്ന് ഒരു പിടുത്തം കിട്ടൂല. സമയം കിട്ടുമ്പോ ഒന്ന് നോക്കിയേ കേട്ടോ. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ആരെങ്കിലും ഒരാളൊരു സൈൻ ഔട്ട് പറയോ? ഞാൻ പറയാം. ഞാനൊരു റൈംസ് എഴുതിയതിന്റെ ഒരു പറയാം. ക്വസ്റ്റ്യൻ ആൻസർ ടൈപ്പ് റൈംസ് ഞാൻ എഴുതിയത്. How many hours in a day? There are 24 hours. How many minutes in a hours? There are 60 minutes. How many seconds in a 1 hour? There are 3,600 seconds. If it's a 12 a.m. in the morning, it is 12 p.m. in the afternoon. Tick, tick, tick. Thank you. എന്താ മാം? അതെ മാം, ഞാൻ എല്ലാം തനിയെ തന്നെ സ്റ്റോറി റൈംസ് എല്ലാം ഞാൻ തനിയെ തന്നെ എഴുതിയതായിരുന്നു. ഞങ്ങൾ ആദ്യമായിട്ട് കേൾക്കണേ ഇങ്ങനെ ഒരു ടൈം വെച്ചിട്ടുള്ള റൈം. ഞാൻ എനിക്ക് തോന്നി കുട്ടികൾക്ക് എന്തായാലും ടൈംസിന്റെയും എല്ലാം പറഞ്ഞു കൊടുക്കണം. അതുപോലെ മന്ത്സിന്റെ എഴുതിയിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഡേയ്സിന്റെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഓരോ ദിവസം സൈൻ ഔട്ടോ സൈൻ ഇൻ പറയുമ്പോ ഇപ്പൊ ഇതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്ലാസ് എടുത്തപ്പോ ഞാനില്ലായിരുന്നു. പക്ഷെ ഞാൻ തന്നെ വായിച്ചു നോക്കിട്ട് എനിക്കത് അത്ര പാടായിട്ടൊന്നും തോന്നിയില്ല മാം. എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയത് അതാ. പക്ഷേ ഈ ക്വസ്റ്റ്യൻ വരുമ്പോ എന്താന്ന് എനിക്കറിയില്ല. പലർക്കും പല രീതിയിലാണ് നമ്മളുടെ ഇന്റലിജൻസ് കപ്പാസിറ്റി പലരും പല രീതിയിലാണ് അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു വ്യത്യാസം അല്ലാതെ അതൊരിക്കലും ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു മേഖലയല്ല. പക്ഷെ നമ്മൾ പറയില്ല മാത്സ് പാടാണെന്ന് പറയും. പക്ഷെ മാത്സ് ഇരുത്തി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ്. അതേപോലെ ഇരുന്ന് പഠിച്ചാൽ കിട്ടാവുന്നതുള്ളൂ. ഞാൻ തന്നെ പഠിപ്പിച്ചു തന്നേക്കാം കേട്ടോ. പിന്നെ ക്വസ്റ്റ്യൻ വരുമ്പോ ഇനി എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ വായിച്ചു നോക്കിട്ട് എനിക്ക് വലിയ പ്രയാസമൊന്നും തോന്നിയില്ല. ക്വസ്റ്റ്യൻ വരുമ്പോ നിങ്ങൾ എഴുതേണ്ടി വരുന്നതായി അല്ലേ. ഓക്കെ, വേറൊരു കാര്യം പറയാം. ഞാൻ പറഞ്ഞ നമ്മൾ ഇനി അധികം ക്ലാസ്സുകളായിട്ട് മുന്നോട്ട് പോവില്ല. അപ്പൊ മിക്ക ക്ലാസ്സുകളും നിങ്ങൾ മാക്സിമം കയറാൻ നോക്കാം കേട്ടോ. ഇനി ഏകദേശം മോണ്ടിസോറി അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ മാക്സിമം ക്ലാസ്സിൽ കയറണം. അറ്റൻഡ് ചെയ്യണം എന്ന് തന്നെ പറഞ്ഞു. മാക്സിമം സമയം ഉണ്ടാക്കിയിട്ട് കയറാൻ നോക്കാം. നിങ്ങൾ ഈ ഒരു സമയം മിസ് ചെയ്യും. കോഴ്സ് കഴിയുമ്പോഴാണ് അത് മിസ് ചെയ്യുന്നത്. ഈ ഒരു ടൈമില് അല്ലെ. അതെ മാം, എന്തായാലും മിസ് ചെയ്യും. ആ 11:30 to 12:30 പറയണത് ഭയങ്കര എന്താ പറയാ, ഒരു ഭയങ്കര ഫീൽ ആയിരിക്കും. ഞാൻ അന്നേ ഇതിനെ കുറിച്ച് പറഞ്ഞു. എനിക്ക് ആ ഒരു സൗണ്ട് പോലും പുറത്തു വരാതെ അത്രയ്ക്കും ഫീൽ ഉണ്ടായിരുന്നു അന്ന് തന്നെ. ഇനിയിപ്പോ ഇരിക്കണത് എങ്ങനെയാ ചെയ്യാൻ പോകുന്ന മെയിൻറ്റെയിൻ ചെയ്യാൻ പോകുന്ന എനിക്കറിയില്ല. പടയിടുമ്പോ കേക്കത്തില്ലല്ലോ. എന്താ ജോളി? അല്ല പിന്നെ
ഇപ്പം ജ്യോതി പറയുന്നു ജ്യോതി എവിടെങ്ങാണ്ട് പടയിട്ടോണ്ടിരിക്കുക, ക്ലാസ് ഒന്നും കേൾക്കുന്നില്ലെന്ന്. പിന്നെ കയറിയിട്ട് എന്ത് കാര്യം, ഒന്നും കേൾക്കുന്നില്ലെന്നല്ലേ പറയുന്നേ. ഇപ്പൊ പറയുന്നത് ഞാൻ കേട്ടതാ ജ്യോതി മാമിനോട്, ടെൻഷനൊന്നും ഇല്ല, ഒന്നും കേട്ടില്ലെന്ന്. ജ്യോതി മിക്ക ക്ലാസ്സിലും കയറുന്ന ആളാണ് അല്ല ജ്യോതി? ഞാൻ എപ്പോഴും ഉണ്ടാവും. ഞാൻ ഒരു ദിവസം പോലും ക്ലാസ് മിസ് രണ്ട് മൂന്ന് ക്ലാസ്സൊക്കെ മിസ്സാക്കിയിട്ടുള്ളത്. ഞാൻ ഇവിടെ താഴത്തെ വരുന്നത് കറക്റ്റ് ചോദ്യമായിരിക്കും. താഴെ ഇവിടെ നമുക്ക് പ്രൊഫൈലിൽ കാണാൻ ജ്യോതി ചിത്രം ഉണ്ടായിരിക്കും. അതുപോലെ സ്ഥിരം കാണുന്ന കുറച്ച് പേര് നമുക്ക് അറിയാം. ജ്യോതി പറഞ്ഞത് ഇത് കഴിയുമ്പോഴുള്ള വിഷമത്തെ കുറിച്ചിട്ടാണ്. 11:30 ഒരു വിഷമമാണെന്നാണ് പറയുന്നത്. സുമയൊക്കെ കാണാറുണ്ട്. ചില പേരുകൾ മാത്രമേ ടീച്ചർ ഓർക്കുന്നുള്ളൂ. നിങ്ങൾ ആരെ പറയാത്തല്ല. ചില പേരുകൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും. ജ്യോതിന്ന് പെട്ടെന്ന് വിളിക്കാൻ എളുപ്പമാണ്, ധന്യാന്ന് പെട്ടെന്ന് വിളിക്കാൻ എളുപ്പമാണ്, ജോളിന്ന് വിളിക്കാൻ പെട്ടെന്ന് എളുപ്പമാണ്. അപ്പൊ പെട്ടെന്ന് അങ്ങനെ ക്യാച്ച് ചെയ്യുന്നതാണ്. അല്ലാതെ ഞങ്ങളുടെ ക്ലാസ്സിൽ ഞങ്ങൾ എല്ലാവർക്കും ഒരേപോലെ തന്നെയാണ്, ഒരേപോലെ തന്നെ വിചാരിക്കുന്നത്. ഞാൻ ഇപ്പം സ്റ്റോപ്പ് ചെയ്യുന്നില്ല മാം, കാരണം ഇതെല്ലാം എന്റെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയി എക്സാം എഴുതാതെ എവിടെ സ്റ്റോപ്പ് ചെയ്യാനാ ഞാൻ? ഓ അതേ പറ്റൂ എന്നാ തോന്നുന്നേ. എല്ലാം കംപ്ലീറ്റ് ആയാൽ അറിയാം. എന്താണ് ഇതിന്റെ പേര്? അനീസ് എന്നുള്ളതിന് മുത്തൊട്ടും എന്താണ്? കമറുനിസ ഇതേ പേരുള്ള ഒരു കുട്ടിയുണ്ട്. ഇത് തന്നെ അവൾക്ക് 3 കുട്ടികളുണ്ട്. ആ 3 കുട്ടികളെ വെച്ചിട്ടാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യണം. നല്ല രസമാണ് ക്ലാസ്സിൽ കയറിപ്പോയത്. നല്ലോണം സംസാരിക്കും. സ്വന്തമായിട്ട് കടയൊക്കെ ഉണ്ട്, ഷോപ്പിൽ ഇരുന്നാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. കുട്ടികളും ഉണ്ടാവും കൂടെ. നല്ല ബഹളമാണ്. പക്ഷെ നമുക്ക് കാണാൻ പറ്റും, ക്യാമറ ഒക്കെ ഓൺ ചെയ്തിരുന്ന് കാണും. കുട്ടികൾ ഓടി വരുന്നുണ്ടാവും, ഇതിന് ഓട്ടം വെച്ച് അവിടെ ഇരുന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യണം. കാണാം. ഈ പേര് പെട്ടെന്ന് പറയാൻ പറ്റില്ലടോ, അതാണ്. ഉനൈസ എന്നാണ് പെണ്ണെ വിളിക്കാറുള്ളത്. ഉനൈസാന്ന് ഷോർട്ടായിട്ട് വിളിക്കണം. ഓക്കെ, അപ്പൊ ശരി എന്നാ. Have a nice day. Thank you. Okay, thank you, ma'am.